So good evening all. MA English second year and literary theory on a subject. അതിൽ നമ്മൾ ലെസൺ 5 വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലെസൺ 6 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലേ? സോ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു ലെസൺ. സോ എനി സജഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ചാറ്റ് ബോക്സിൽ ഇടാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. സോ നമ്മൾ നേരത്തെ മോറലിസ്റ്റിക് അപ്രോച്ചിലും ഇതുപോലെ ഇതേ ഹെഡിങ്സ് ഒക്കെ തന്നെയാണ് പഠിച്ചത്. മോറലിസ്റ്റിക് അപ്രോച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആൻഡ് മോറലിസ്റ്റിക് വാട്ട് ഇസ് മോറലിസ്റ്റിക് അപ്രോച്ച്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതേപോലെ വാട്ട് ഇസ് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നൊരു കൺസെപ്റ്റ് എന്താണ്, സൈക്കോളജി എന്നൊരു കൺസെപ്റ്റ് എന്താണ്, സൈക്കോളജിക്കൽ അപ്രോച്ച് ഒരു ലിറ്ററേച്ചറിനെ സൈക്കോളജിക്കൽ വ്യൂയിലൂടെ കാണുന്നതിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് പറഞ്ഞതെങ്കിൽ, നെക്സ്റ്റ് ലെസൺ ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സൈക്കോളജിക്കൽ അപ്രോച്ച് എങ്ങനെയാണ് പ്രാക്ടിക്കലി വന്നത്, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു ക്രിയേഷൻ എവിടെ നിന്നാണെന്ന് നോക്കുമ്പോൾ വാട്ട് ഈസ് സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ കുറേയും കൂടെ വലിയ ഡെഫിനിഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക ഈ ലെസണിന്. ദെൻ ഇവിടെ സോ പല മാസ്റ്റർ പീസസിന്റെയും തീം, അല്ലെങ്കിൽ പല മാസ്റ്റർ പീസസ്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന പല മാസ്റ്റർ പീസസിന്റെയും തീം നമുക്ക് റീച്ച് ആവുന്നതിന് പല ആർട്ടിസ്റ്റ്, ദാറ്റ് മീൻസ് പല റൈറ്റേഴ്സും, മെനി ഓഫ് ദ റൈറ്റേഴ്സ് ദേ ട്രൈഡ് ദെയർ ബെസ്റ്റ്. അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഇതുപോലുള്ള മോറൽ അപ്രോച്ച്, സോഷ്യലിസ്റ്റിക് അപ്രോച്ച്, സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നുള്ള പല മെത്തേഡ്സിലൂടെ ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ റൈറ്റർ ഇസ് മെന്റ്, അല്ലെങ്കിൽ വാട്ട് ദ റൈറ്റർ ഇസ് ഗോയിങ് ടു സേ, അല്ലെങ്കിൽ വാട്ട് ദ റൈറ്റർ ഇസ് മീനിങ് വിത്ത് ദിസ് കൺസെപ്റ്റ്. ഇങ്ങനെ ഒരു ലിറ്ററേച്ചറിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് റൈറ്റർ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി they tried themselves, അല്ലെങ്കിൽ they tried their best. ഇങ്ങനെ പല മെത്തേഡ്സിലൂടെ ട്രൈ ചെയ്യുമ്പോൾ സൈക്കോളജിക്കൽ അപ്രോച്ച് ഈസ് എ യുണീക്ക് വൺ, അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് വൺ, അല്ലെങ്കിൽ ഒരു cannot be explained in words. ഒരു നോർമൽ വേർഡ്സിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല സൈക്കോളജിക്കൽ അപ്രോച്ച് എന്നുള്ളത്. ആ സൈക്കോളജിക്കൽ അപ്രോച്ചിൽ തന്നെ ഡിഫറെന്റ് മെത്തേഡ്സ് ദേ ഫോളോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ആൻഡ് സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ലിറ്ററേറിയൻസ് അല്ലെങ്കിൽ ലിറ്റററി തിയറിസ്റ്റ്, they started visualizing the writings. മറ്റു റൈറ്റേഴ്സ് എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ they are trying their best. അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴാണ് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ കാണണമെന്ന് started thinking, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ അതിന് മുന്നായിട്ട് മാൻകൈൻഡിനെ കുറിച്ച്, സൈക്കോളജി എന്ന് പറയുന്നത് മാനിന്റെ മൈൻഡ്, ഹ്യൂമൻ ബീയിങ്സിന്റെ മൈൻഡ് സ്റ്റാറ്റസിനെ കുറിച്ചാണ് പറയുക. അപ്പൊ സൈക്കോളജിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, സൈക്കോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഹ്യൂമൻ ബീയിങ്സിന്റെ മൈൻഡ് സ്റ്റാറ്റസിനെ കുറിച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ലിറ്റററി നാച്ചുറലിസം പറയുന്നത്, എസ്പെഷ്യലി ഫ്രഞ്ച് നാച്ചുറലിസം പറയുന്നത്, ഇമേജ് ഓഫ് മാൻ ആസ് എ വിക്ടിം ഓഫ് ബയോളജി, അല്ലെങ്കിൽ വിക്ടിം ഓഫ് എൻവയോൺമെന്റ്. വിക്ടിം ഓഫ് എൻവയോൺമെന്റ് ആണ്, വിക്ടിം ഓഫ് ബയോളജി ആണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നതെങ്കിൽ, ഫ്രൂഡിയൻ ഐഡിയാസിൽ പറയുന്നത് is a scientific terminology by which to interpret man's bondage, his libidinous compulsions. ഈ എൻവയോൺമെന്റിൽ ഒരു കമ്പൽഷൻസ്, ചില കമ്പൽഷനോട് സൊസൈറ്റിക്ക് നമ്മൾ പ്ലീസ് ചെയ്യാൻ വേണ്ടി ചില കമ്പൽഷൻസിലൂടെ മാത്രമാണ് നമ്മളുടെ മൈൻഡ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വർക്ക് ആവുന്നതെന്ന് പറയുന്നു. സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം പറയുന്നത് ഒരു വിക്ടിം ഓഫ് എൻവയോൺമെന്റ് ആണ്, വിക്ടിം ഓഫ് ബയോളജി ആണ് ഹ്യൂമൻ മൈൻഡ്. ബയോളജിക്കലി അതങ്ങനെ ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫിസിക്കൽ വ്യൂസ്, കൈകൾ കാലുകളൊക്കെ എങ്ങനെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഹ്യൂമൻ മൈൻഡിനും ദർ ഇസ് എ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് കൺസെപ്റ്റ് സ്റ്റാർട്ടിങ് മൈൻഡ്, അതായത് സൈക്കോളജിക്കൽ അപ്രോച്ചിനെ മനസ്സിലാക്കാൻ വേണ്ടി, സൈക്കോളജി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹ്യൂമൻ ബീയിങ്സിന്റെ മൈൻഡിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനാണ് സൈക്കോളജി. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന്റെ മൈൻഡിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ബയോളജിയുടെ വിക്ടിം ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വശത്ത് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ് ഒരു ഫോഴ്സ്ഡ് അല്ലെങ്കിൽ ഒരു കമ്പൽഷന്റെ ബേസിലാണ് നമ്മൾ സൊസൈറ്റിയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെയൊക്കെ മൈൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാൻ ഹിംസെൽഫ് ഇസ് അറേഞ്ചിങ് ഹിസ് ഓൺ മൈൻഡ് എന്നൊരു കൺസെപ്റ്റും കൂടെ പറയുന്നുണ്ട്.
അത് നാച്ചുറലി ഹ്യൂമൻ മൈൻഡ് അങ്ങനെ തന്നെയാണെന്നൊരു കൺസെപ്റ്റും പറയുന്നുണ്ട്. ഈ രണ്ട് കൺസെപ്റ്റ് ആണ്, നാച്ചുറലി ഉള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ മൈൻഡ് ആണെന്നും അതല്ല നമ്മൾ മറ്റു സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ മൈൻഡിനെ നമ്മൾ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുന്നതാണെന്നുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് ഫസ്റ്റ് പറയുന്നത്. ദെൻ അതിന് എക്സാമ്പിൾ ഈ രണ്ട് കൺസെപ്റ്റിനെ മനസ്സിലാക്കണമെങ്കിൽ അൺകോൺഷ്യസ് ആൻഡ് മാഡ്നസ് എന്ന രണ്ട് വേർഡ്സ് കൊണ്ട് പറയുന്നുണ്ട്. Madness, a French symbolist experimentalist who followed them, could now be regarded as a method of unconscious. Madness. നമ്മളെല്ലാം ഒരു തരത്തിൽ ഭ്രാന്തന്മാരാണ് എന്ന് പറയുന്നത് പോലെ ഒരു മാഡ്നസ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാൽ ഒരു ചില വിഷയങ്ങളോട് നമ്മൾ കൺസേൺഡ് ആണെങ്കിൽ, ഇപ്പൊ ലിറ്ററേറ്റീവ് റൈറ്റിംഗ്സിലെ പോയിട്രി കവിത എഴുതുക എന്നൊരു കൺസെപ്റ്റ് ഒരാളിൽ ഉണ്ടെങ്കിൽ ഹി വിൽ ബി മാഡ് ഓഫ് ദാറ്റ്. അത് എഴുതി എക്സ്പീരിയൻസ് ചെയ്ത് അത് അനലൈസ് ചെയ്ത് റിസർച്ചുകൾ ചെയ്ത് ആ പോയട്രീസ് മറ്റു പോയിറ്റ്സിന്റെ പോയട്രീസ് വായിച്ച് അതിൽ ക്രിട്ടിസൈസ് ചെയ്ത് മറ്റു പോയട്രിയുടെ സ്റ്റൈൽസ് മനസ്സിലാക്കി അതിന്റെ തിയറീസ് മനസ്സിലാക്കി പോയട്രിയുടെ എഴുതുന്നതിന് ചില തിയറീസ് ഇങ്ങനെ അതിനുള്ളിലേക്ക് പോകുന്നത് വൺ കൈൻഡ് ഓഫ് മാഡ്നസ്. ഇത് സിമ്പിൾ ലൈഫിൽ എടുക്കാം. പോയട്രി അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്നൊരു കൺസെപ്റ്റ് അല്ലാതെ നോർമൽ ലൈഫിൽ നമ്മളിപ്പോ ഒരു ഡ്രസ്സിനോട് ഭയങ്കര പാഷൻ ആണെങ്കിൽ അതിനുള്ളിലേക്ക് നമ്മൾ അതിന്റെ റിസർച്ച് നടക്കും. ആ കൈൻഡ് ഓഫ് ഡ്രസ്സിന്റെ റിസർച്ച് നടത്തും. അതിൽ എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കും, അതിന്റെയൊക്കെ അവൈലബിലിറ്റി പഠിച്ചു ഇങ്ങനെ നമ്മൾ അതിന്റെ ഡീപ്പിലേക്ക് പോകുന്നതിനെയാണ് മാഡ്നസ് എന്ന് പറയും. ഒരു പർട്ടിക്കുലർ കൺസേണിനോട് നമ്മൾ പാഷൻ വരുമ്പോൾ വി ആർ മാഡ് ഇൻ ടു ഇറ്റ്, അതിനോട് മാഡായി ദെൻ ഫൈനലി വിൽ ഗോ ടു അൺകോൺഷ്യസ് ലെവലിലേക്ക്. നമുക്ക് തന്നെ നമ്മൾ ഇപ്പോഴത്തെ അൺകോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ നടക്കുന്ന വിഷയത്തെ കുറിച്ച് മറന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് മാത്രം കോൺഷ്യസ് ആവാം. എന്തിനോടാണോ പാഷൻ അല്ലെങ്കിൽ എന്ത് വിഷയമാണോ നമ്മുടെ മൈൻഡിലുള്ളത് അതിനോട് മാത്രം കോൺസെൻട്രേറ്റ് ആവുന്നതാണ് അൺകോൺഷ്യസ്. അൺകോൺഷ്യസ് ബോധമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എന്ത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്, ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയാത്ത അവസ്ഥയിൽ അൺകോൺഷ്യസ് മൈൻഡ്. മാഡ്നസ് വിൽ ലീഡ് ടു അൺകോൺഷ്യസ് എന്നൊരു കൺസെപ്റ്റും പറയുന്നുണ്ട്, ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. ആൻഡ് ഇനിയൊരു പോയിന്റ് പറയുന്നത്, അപ്പൊ ഫ്രൂഡിയൻ തിയറി നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ച ഫ്രൂഡിയൻ തിയറിയിൽ ഇങ്ങനെ ടെർമിനോളജി റൈറ്റേഴ്സ് ബോത്ത് റൊമാൻറ്റിക് ആൻഡ് റിലീസ് പെർസിക്യൂഷൻസ് വർ എനേബിൾഡ് എൻകറേജ് ടു പ്രോബ് ഡീപ്പർ ഇൻ ദാറ്റ് ഡ്രാമറ്റൈസേഷൻ. ഡ്രീംസിനെ കുറിച്ചും ഡ്രാമറ്റൈസേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഹ്യൂമൻ സിറ്റുവേഷന്റെ ഡ്രാമറ്റൈസേഷൻ, ഡ്രീംസ് എന്താണെന്ന്, ഇപ്പൊ ഡ്രീംസിൽ എങ്ങനെയുള്ള കൺസെപ്റ്റ് ആണെന്നൊക്കെ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. And then impact of psychology upon creative literature was strengthened by additional influence of Adler's concept. ഇനി ഒരു കൺസെപ്റ്റിന്റെ അഡീഷണൽ ഇൻഫ്ലുവൻസ് ആഡ്ലറുടെ ഒരു കൺസെപ്റ്റും കൂടെ പറയുന്നുണ്ട്. The inferiority complex and the Jung's theory of the collective unconscious. Inferiority complex എന്ന് പറയുന്നത് നമുക്ക് അത് സാധിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് മാത്രം അത് കഴിയുന്നില്ല, എന്നെ കൊണ്ട് മാത്രം പറ്റുന്നില്ല എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയാണല്ലോ. നമുക്ക് മാത്രം കഴിയില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്ക് അങ്ങനെ സാധിക്കില്ല എന്നുള്ളത്, നമുക്ക് മാത്രം പറ്റില്ല. ഇൻഫീരിയോറിറ്റി സിമ്പിൾ സെന്റൻസിൽ എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഒരു മാഡ്നസ്സിലേക്ക് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നില്ലെങ്കിൽ നമ്മൾ അതിന്റെ മാക്സിമം റിസർച്ച് നടത്തി മാക്സിമം ലെവലിലേക്ക് റീച്ച് ആയി നമ്മൾ അതിനെക്കുറിച്ച് മുഴുവൻ മനസ്സിലാക്കി റിസർച്ചുകളിലൊക്കെ നടത്തി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമ്മളുടെ മൈൻഡ് വിൽ ബി പെർഫെക്റ്റ് പ്യുവർ, ഒരു പ്യുവർ പ്രസന്റേഷന് റെഡി ആവും. പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ, ഒരു വിഷയത്തിനോട് പാഷൻ ഉണ്ടാവുമ്പോൾ ഒരു വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്താവും? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമുക്ക് മനസ്സിലാവുന്നില്ല, ആ വിഷയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, മറ്റുള്ളവർ എങ്ങനെയൊക്കെ എഴുതുന്നത്, എനിക്കെന്താ ഇങ്ങനെ എഴുതാൻ പറ്റാത്തത്, ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നതിനാണ് ഇൻഫീരിയോറിറ്റി. ഇത് മൈൻഡിന്റെ മറ്റൊരു സ്റ്റാറ്റസ് ആണ്. അപ്പൊ മാഡ്നസ് ഒരു സ്റ്റാറ്റസ് ആണ്, അൺകോൺഷ്യസ് ലെവൽ ഒരു സ്റ്റാറ്റസ് ആണ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരു സ്റ്റാറ്റസ് ആണ്. ഇങ്ങനെ മൈൻഡിന്റെ ഡിഫറെന്റ് സ്റ്റാറ്റസിന്റെ ഒരു കളക്ഷൻ ആണ്, അതിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈക്കോളജി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പൊ അതിനെ കുറിച്ച് പഠിച്ച അല്ലെങ്കിൽ അവയർനെസ് തരുന്ന കുറെ റൈറ്റേഴ്സിന്റെ പേരുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രോയിഡിയൻ സൈക്കോളജിയെ കുറിച്ചൊക്കെ പറഞ്ഞ കാതറിൻ മാൻസ്ഫീൽഡ്, ഗ്രാം ഗ്രീൻ, ഡാലിൻ തോമസ്, ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് പേരുകളൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കാം. ഇനി it is inevitable that critics as well as creative writers return to the new field of knowledge for illumination. Inevitable ആണ്. critics, criticizers, psychological approach എന്ന് പറയുന്നത് തന്നെ one type of criticism ആണ്. നമ്മൾ ഈ പറയുന്ന എല്ലാ അപ്രോച്ചസും ക്രിറ്റിസിസം ആണെന്ന് പറഞ്ഞു. ലിറ്റററി തിയറി എന്ന് പറയുന്നത് തന്നെ ഒരു ക്രിറ്റിസിസം ആണെന്ന് പറഞ്ഞു, വിമർശനമാണ്. ഒരാൾ എഴുതിയിരിക്കുന്ന വിഷയത്തെ വിമർശിക്കുക, ഒരാൾ പറയുന്ന വിഷയത്തെ മറ്റൊരു വ്യൂവിലൂടെ നോക്കുക എന്നുള്ളതാണ് ലിറ്റററി തിയറി എന്ന് പറയുന്നത്. അതിൽ സൈക്കോളജിക്കൽ വ്യൂവിൽ നോക്കുമ്പോൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു വരുമ്പോൾ പോയിന്റിലേക്ക് മറന്നുപോകും, വിട്ടുപോകും.
അപ്പൊ അവിടെ ഇറ്റ് ഈസ് ഇന്നെവിറ്റബിൾ, ഒഴിവാക്കാൻ പറ്റാത്തതാണ് ക്രിട്ടിക്സിനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ദ ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ഷുഡ് ടേൺ ടു ദ ന്യൂ ഫീൽഡ് ഓഫ് നോളജ് ഓർ ഇലുമിനേഷൻ. ക്രിയേറ്റീവ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള റൈറ്റേഴ്സിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന വിഷയത്തെ ഫോളോ ചെയ്യുന്നതല്ല ക്രിയേറ്റീവ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അവരുടേതായിട്ടുള്ള ഓൺ കോൺട്രിബ്യൂഷൻ, യുണീക്നെസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് എഴുതുന്നു. അപ്പൊ അവർക്ക് എന്ത് തന്നെ വേണം, ഫീൽഡ് ഓഫ് നോളജ് ഓർ ഇലുമിനേഷൻ, ഈ ഒരു ലേറ്റസ്റ്റ് അപ്കമിങ്സിന്റെ ഒരു നോളേജ് കൺസെന്റ് തന്നെ ഉണ്ടായിരിക്കണമെന്നാണ്. ദെൻ പിന്നെ പറയുന്നത് ദ വാല്യൂസ് ഓഫ് ബോത്ത് ദീസ് ട്രഡീഷൻസ് റിപ്പോർട്ടഡ് കൈൻഡ്സ് ഓഫ് ഹൈ സീരിയസ്നെസ്. നേരത്തെ പറഞ്ഞ ഹൈ സീരിയസ്നെസ്. Puritan culture in America and the Victorian in England. The values of both these traditions devote to the kinds of high seriousness. അപ്പൊ ഇതൊക്കെ കൊണ്ടുവരുന്നത് തന്നെ ഒരു വിഷയത്തെ അതിന്റെ എത്രമാത്രം കൺസെപ്റ്റോടുകൂടി, അതിന്റെ കൺസെപ്റ്റിനെ എത്രത്തോളം മനസ്സിലാക്കണമെങ്കിൽ ഹൈ സീരിയസ്നെസ്സോടുകൂടി തന്നെ കാണണമെന്നർത്ഥം. ദെൻ ഇനി ഒരു പോയിന്റ്, ഞാൻ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ, ലൈൻ ബൈ ലൈൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ല. അതിലേക്ക് ഡീപ്പായിട്ട് ലൈൻ ബൈ ലൈനിലേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മെയിൻ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഒരു കണക്ഷന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടാവും, ഒരു ടച്ച് ഇല്ലാതെ പോകുന്ന ചില പാസേജസ് ഉണ്ടാവും. ദെൻ traditional values be effectively accused of ignorance or deliberate and regressive blindness, and the Puritan will to power is one of many examples of attempt to destroy with the aid of psychology. മറ്റൊരു attempt പറയുന്നത് will to power. അതായത് നമ്മൾ ഒരു വിഷയത്തെ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അതിന് കൺസെന്റ് മനസ്സിലാക്കണമെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വ്യൂവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാഷൻ, മാഡ്നസ് ലെവലിലേക്ക് പോകണമെങ്കിൽ ദ വിൽ നമുക്ക് അതിനൊരു ആഗ്രഹം ഉണ്ടാവണം, നമുക്ക് അതിനെ മനസ്സിലാക്കണോ എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവണം, മൈൻഡിൽ ആക്റ്റീവ്നെസ് ഉണ്ടാവണം. അതാണ് നമ്മളെ പവറിലേക്ക് നയിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആവാൻ പറ്റും, ക്രിറ്റിസൈസം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നത് എന്തുകൊണ്ട്, നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, നമുക്ക് എന്താ ഇങ്ങനെ പറയാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ മാഡ്നസിലേക്ക് അല്ലെങ്കിൽ അൺകോൺഷ്യസിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ അതിന്റെ ഏറ്റവും മാക്സിമം പീക്ക് ലെവലിലേക്ക് പോകുന്നത് വരെ നമ്മളെ ഇങ്ങനെ അതിന്റെ അന്വേഷണത്തിലേക്ക് തന്നെ അതിനെ ശരിക്കും മനസ്സിലാക്കാനുള്ള നമ്മളുടെ പവർ ഇങ്ങനെ തന്നെ നിലനിർത്തണമെങ്കിൽ വി ഷുഡ് ഹാവ് സം വിൽ, അതിനെ കുറിച്ചൊരു ആഗ്രഹം ഉണ്ടാവണം, അതിന്റെ എയ്ഡിനെ ഡിസ്ട്രോയ് ചെയ്യാത്തത് പോലെയുള്ള നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം എന്നർത്ഥം. അപ്പോൾ ട്രഡീഷണൽ വാല്യൂസ് ഇസ് എ ന്യൂ ഹ്യൂമാനിസ്റ്റ് വർ കൺസേൺ ടു സാൽവേജ്. അപ്പൊ ന്യൂ ഹ്യൂമാനിസ്റ്റിന്റെ മെത്തേഡ് ഇതാണ്. ഒരു ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ അപ്രോച്ചസിലൂടെ ലിറ്റററി തിയറി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ കൂടുതൽ അറിയാൻ പറ്റില്ല. ലിറ്ററേച്ചറിനെ കൂടുതൽ അറിയണമെങ്കിൽ വി ഹാവ് ടു ഒരു ലേറ്റസ്റ്റ് നോളജിന്റെ കളക്ഷൻസ് ഉണ്ടാവണം, ലേറ്റസ്റ്റ് മെത്തേഡ്സ് ഉണ്ടാവണം, വിൽ പവർ ഉണ്ടാവണം, നമ്മളെ ആക്റ്റീവ് ആക്കി വെച്ചിരിക്കണം. അപ്പൊ ഇതിന് നമ്മളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി തന്നെ ഫോളോ ചെയ്താൽ we cannot understand psychology അല്ലെങ്കിൽ we cannot understand literature എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. Then പിന്നെ പറയുന്നത് theory of the conflict of unconscious personalities. Theory of the conflict of unconscious personalities എന്ന് വെച്ചാൽ theory of unconscious personalities എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ഇപ്പൊ ലിറ്ററേച്ചർ, ഒരു ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ കുറെ പോയട്രീസ്, കുറെ റൈറ്റിംഗ്സ്, നോവൽസിനെ മനസ്സിലാക്കുക എന്നുള്ളത് തിയറി ഓഫ് കോൺഫ്ലിക്റ്റ് ഓഫ് അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസ്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്തിന്റെ തിയറിയെ കുറിച്ചാണ് ലിറ്റററി തിയറിയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്? എന്താ കോൺഫ്ലിക്റ്റ് ഓഫ് അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസ്. ഇതിനെങ്ങനെ വേർഡ്സിലൂടെ മനസ്സിലാക്കും? കോൺഫ്ലിക്റ്റ്, ഫൈറ്റ് ബിറ്റ്വീൻ ദ അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസ്. കോൺഷ്യസ് പേഴ്സണാലിറ്റീസ് തമ്മിലല്ല. ഇപ്പൊ ഈ പറഞ്ഞ പാഷൻ, ഒരു റൈറ്റർ ഒരു മാഡ്നസിലേക്ക് വന്നിട്ടുണ്ട്, ഒരു നേച്ചർ എന്നുള്ള ഒരു വിഷയത്തിന്റെ റിസർച്ച് നടത്തി അതിന്റെ പോയട്രീസ് എഴുതി അതിനെക്കുറിച്ച് പല വേർഡ്സുകൾ എഴുതി കളക്ട് ചെയ്ത് അതിനെ ഒരു സുപ്പീരിയർ ലെവലിൽ എഴുതി വന്നിട്ടുണ്ടാവും. അനദർ റൈറ്റർ വിൽ കോൺസെൻട്രേറ്റ് ഇൻ സം അതർ ടോപ്പിക്കോ റൈറ്റിംഗ് ലെവലോ സ്റ്റൈലോ എന്തിലെങ്കിലും ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഹിൽ കം ടു ദ പീക്ക് പോയിന്റ്. ഇങ്ങനെ പീക്ക് പോയിന്റിൽ എത്തുന്നവരെ നമ്മൾ എന്താ പറയുന്നത്? അൺകോൺഷ്യസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പീക്ക് ലെവലിലേക്ക് എത്തുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറെ പേഴ്സണാലിറ്റീസിന്റെ കോൺഫ്ലിക്റ്റ്, ഇവര് തമ്മിലുള്ള, അതായത് ഓരോരുത്തരും എഴുതിയിരിക്കുന്ന കമ്പാരിസൺ അല്ലെങ്കിൽ ഒരാൾ എഴുതിയിരിക്കുന്നതിന് മറ്റുള്ളവരൊക്കെ കാണുക എന്ന് പറയുന്നത് എന്താ? കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസ്. അപ്പൊ ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ടുള്ള, അൺകോൺഷ്യസ് പറഞ്ഞാൽ നമ്മളുടെ ഭാഷയിലുള്ള അൺകോൺഷ്യസ് അല്ല, ബോധാവസ്ഥയിലുള്ളതിനെ കുറിച്ചല്ല ഇവിടുത്തെ അൺകോൺഷ്യസ് എന്ന് ഓർക്കണം.
സൈക്കോളജിസ്റ്റിന്റെ അൺകോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് ഒരു വിഷയത്തിലേക്കുള്ള പീക്ക് മാഡ്നസിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വിഷയത്തിന്റെ നോളജിന്റെ പീക്ക് ലെവൽ എത്തിയിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അയാൾ നമ്മളുടെ വ്യൂ പോയിന്റിൽ അയാൾ അൺകോൺഷ്യസ് ആയിരിക്കും. ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള അയാളുടെ മൈൻഡിൽ മുഴുവൻ ആ ഒരു പോയിന്റ്, ആ ഒരു തീമിന്റെ മാക്സിമം ലെവലിലെ തോട്ട് മാത്രമായിരിക്കും അയാളിൽ ഉണ്ടാവുക. നമ്മളുടെ വ്യൂ പോയിന്റിൽ അയാൾ അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പൊ അൺകോൺഷ്യസ് എന്നുള്ളത് നമുക്ക് ആപ്റ്റ് ആയിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അൺകോൺഷ്യസ് പറയുന്നത് പീക്ക് മൈൻഡ്, ആ വിഷയത്തിലുള്ള നോളജിന്റെ പീക്ക് ലെവലിൽ എത്തിയിരിക്കുന്ന ഒരാളായിരിക്കും. ആ ഒരു പേഴ്സണാലിറ്റിയെ മറ്റു പേഴ്സണാലിറ്റീസ് ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക. അതിൽ എന്തൊക്കെ പോയിന്റ്സ് മാറ്റാമായിരുന്നു, എങ്ങനെയൊക്കെ നോക്കാമായിരുന്നു, എന്തൊക്കെ വ്യൂ ചെയ്യാമായിരുന്നു, ഈ പോയിന്റിനെ എങ്ങനെയൊക്കെ കാണാമായിരുന്നു എന്ന് മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയും? കോൺഫ്ലിക്റ്റ് ഓഫ് അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസ് എന്ന് പറയാം. അപ്പൊ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ ഒരു ലിറ്ററേച്ചറിനെ കാണുക എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഓഫ് അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസ് ആണെന്ന് അർത്ഥം. ഇങ്ങനെയുള്ള അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസിനെ, കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസിന്റെ റൈറ്റിംഗ്സിനെ മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മറ്റുള്ളവർ വിമർശനം, അതിനെ മറ്റൊരു വ്യൂ പോയിന്റ്, ഒരാൾ വളരെ സൈക്കോളജിക്കലി തിങ്ക് ചെയ്തിട്ടായിരിക്കും ഒരു വിഷയം എഴുതിയിട്ടുണ്ടാവുക, സൈക്കോളജിക്കൽ വ്യൂ പോയിന്റിലായിരിക്കും ഒരാൾ എഴുതിയിട്ടുണ്ടാവുക. അതിനെ വേറൊരാൾ വിമർശിക്കുന്നതിനെ മനസ്സിലാക്കണമെങ്കിൽ ഇനിയും അതിന്റെ കോൺഫ്ലിക്റ്റിനെ മനസ്സിലാക്കുക, ഇനിയും ഹൈ ലെവലിൽ തിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ അവിടെയാണ് ദ ലേറ്റസ്റ്റ് നോളജിന്റെ കളക്ഷൻസിന്റെ വാല്യൂ പറയുന്നത്. ദെൻ മെനി ക്രിട്ടിക്സ് യൂസ് ദ ടൂൾസ് ഇൻജുഡീഷ്യസ്ലി. ഇങ്ങനെയുള്ള ടൂൾസിന്, ലിറ്ററേച്ചറിനെ മനസ്സിലാക്കുന്ന ടൂൾസ് ആണ് ഇതൊക്കെ. അൺകോൺഷ്യസ് ലെവൽ മാഡ്നസ്സും കോൺഫ്ലിക്റ്റ് ഓഫ് അൺകോൺഷ്യസ് പേഴ്സണാലിറ്റീസും അവരുടെ ഹൈ പീക്ക് ലെവലിനെയൊക്കെ മനസ്സിലാക്കുന്നത് പലതരം ടൂൾസ് ആണ്. അല്ലെങ്കിൽ ഈ അപ്രോച്ചുകളൊക്കെ പലതരം ടൂൾസ്, സൈക്കോളജിക്കൽ അപ്രോച്ച്, മോറലിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നതൊക്കെ പലതരം ടൂൾസ് ആണ്. ഇത് ഇൻജുഡീഷ്യസ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ചില ക്രിട്ടിക്സുകളും ഉണ്ട്. വിമർശിക്കാൻ വേണ്ടി മാത്രം വിമർശിക്കുന്ന ചില എഴുത്തുകാരും ഉണ്ടെന്നർത്ഥം. Then ചില ആളുകൾക്കാണെങ്കിൽ superficial comprehension of psychology and applied it indiscriminately to ferret out erotic motivate and meaning behind the work of art. ഇനി ചില ആളുകൾ അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഹിസ് റൈറ്റിംഗ്സിൽ. മീനിങ് ബിഹൈൻഡ് ദ വർക്ക് ഓഫ് ആർട്ട്, ആ ആർട്ടിൽ ഒരാൾ എഴുതിയിരിക്കുന്ന ആർട്ട്, എഴുതുന്നത് തന്നെ ഒരു ആർട്ടാണ്. ലിറ്ററേച്ചറിൽ ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു ആർട്ടാണ്. ആ ആർട്ട്, വർക്ക് ബിഹൈൻഡ് ദറ്റ് ആർട്ട്, ആ വർക്ക് ബിഹൈൻഡ് ദ ആർട്ട് മനസ്സിലാക്കാൻ, മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി ബ്യൂട്ടിഫുള്ളി ഈ അപ്രോച്ചുകളെയൊക്കെ ബ്യൂട്ടിഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ക്രിട്ടിസൈസേഴ്സും ഉണ്ട്. ഇൻജുഡീഷ്യസ് ആയിട്ട് ചെയ്യുന്ന ക്രിട്ടിസൈസർ, അതിനെ മനസ്സിലാക്കുന്ന ക്രിട്ടിസൈസേഴ്സും ഉണ്ടെന്നർത്ഥം. ആൻഡ് so as critics came to hold themselves more soberly responsible for psychological theory. അപ്പൊ സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ ഹാൻഡിൽ ചെയ്യുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ മെയിൻലി ക്രിട്ടിസൈസേഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്സ് മാത്രമാണ് ഒരു സൈക്കോളജിക്കൽ വ്യൂയിലൂടെ ഒരു ലിറ്റററി തിയറിയെ കാണുന്നത് എന്നർത്ഥം. നോർമൽ റീഡർക്ക് ഒരു പീസ് ഓഫ് ലിറ്ററേച്ചറിനെ ജസ്റ്റ് വായിക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനേ പറ്റുള്ളൂ, മീനിങ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ഒരു സൈക്കോളജിക്കൽ വ്യൂവിൽ കാണുന്നത് ഒരു പക്ഷേ ക്രിട്ടിക്സ് മാത്രമായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ടു ക്രിട്ടിസൈസ്, വിമർശിക്കണം, അവർക്ക് അതിന്റെ പല വ്യൂസ് മനസ്സിലാക്കണം, അതിന്റെ പല വശങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ട് ക്രിട്ടിക്സ് ക്രിട്ടിക്സ് മാത്രമായിരിക്കാം സൈക്കോളജിക്കൽ അപ്രോച്ചിൽ കാണുന്നത്. അതിന്റെ മറ്റൊരു റീസൺ, നോർമൽ റീഡേഴ്സിന്, ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ഹ്യൂമൻ മൈൻഡിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു വിഷയത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോവാറില്ല. അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോവാറുണ്ട്, എന്തിലും വല്ല ഡ്രസ്സിന്റെ പാഷനോ അല്ലെങ്കിൽ വല്ല ഹീറോയിന്റെ പാഷനിലോ ഒക്കെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. ലിറ്ററേച്ചർ എന്നൊരു കൺസെപ്റ്റിൽ അൺകോൺഷ്യസ് മൈൻഡിൽ പോകുന്ന ആളാണ് ക്രിട്ടിസൈസർ. അപ്പൊ അവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ വ്യൂയിലൂടെ ഒരു വിഷയത്തെ കാണാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. ഇനി 3 kinds of illumination കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. കുറെ എക്സാമ്പിൾസ്, ഈ സൈക്കോളജിക്കൽ വ്യൂവിൽ കുറെ എക്സാമ്പിൾസ് ആണ് പറയേണ്ടത്. എക്സാമ്പിൾസ് പറയണമെങ്കിൽ ആ ബുക്കിന്റെ ഒക്കെ സ്റ്റോറീസ് പറയണം. സ്റ്റോറീസിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറയേണ്ടത്. അതുമായിട്ട് നമ്മൾ നേരത്തെ ഇംപ്ലിമെന്റേഷനിൽ പഠിച്ച പോലെ സ്റ്റോറീസിന്റെ കമ്പാരിസൺ, അല്ലെങ്കിൽ മറ്റ് റൈറ്റേഴ്സ് എഴുതിയ ഈക്വിലിബ്രിയം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്, ആ ഒരു സ്റ്റൈൽ, വേർഡ് സ്റ്റൈലും അതിന്റെ ഒരു മീനിങ് സ്റ്റാറ്റസും തമ്മിൽ മീൻ ചെയ്യാൻ വേണ്ടി അവരെങ്ങനെ വാക്കുകളെ ഉപയോഗിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ തീമിനെ, ചില സ്റ്റോറീസിൽ ചില കൺസെപ്റ്റിനെ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു എന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് കെന്നത്ത് ബുക്സിന്റെ ആന്റണി ഇൻ ബിഹാഫ് ഓഫ് ദ പ്ലേ അതിൽ പറയുന്നത്, in which the critic brilliantly examines the unconscious relations between writer and reader. Unconscious relations between writer and the reader. കെന്നത്ത് ബുക്കിന്റെ എസ്സേ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് അതിൽ പറയുന്നുണ്ട്. അതിൽ റൈറ്ററും റീഡറും തമ്മിലുള്ള ഒരു അൺകോൺഷ്യസ് റിലേഷൻ,
നമ്മൾ അറിയാതെ ഒരു കോൺട്രിബ്യൂഷൻ വായിക്കുമ്പോൾ ലിറ്റററി പീസ് വായിക്കുമ്പോൾ റീഡർക്ക് ഉണ്ടാവുന്ന ഒരു അൺകോൺഷ്യസ് ഒരു അൺകോൺഷ്യസ് റിലേഷൻ ബിറ്റ്വീൻ വിത്ത് ദ റൈറ്റർ. അപ്പൊ റൈറ്റർ ഇങ്ങനെയൊക്കെ എഴുതുന്നതിനോട് അനുകൂലിക്കുന്നവരായിരിക്കാം. സംതിങ് റിലേഷൻ എന്താണ്, പോസിറ്റീവ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു റിലേഷൻ അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച്, അവരുടെ യൂസേജ് ഓഫ് വേർഡ്സിനെ കുറിച്ച്, അവരുടെ കൺസെപ്റ്റിനെ കുറിച്ച്, തീം എക്സ്പ്ലനേഷനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുന്നു. ഒരു അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ അറിയാതെ തന്നെ റീഡറുമായിട്ട് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുന്നു എന്നർത്ഥം. Then ഇനി പറയുന്നത് അതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് DH ലോറൻസ് ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. വിൽസൺസ് The Wound and the Bow exemplify that effectively this approach can be used to lead us to understand not only the personal problem of the writers but also the underlying patterns of their writings. അപ്പൊ ഇങ്ങനെ പല റൈറ്റേഴ്സിന്റെ വ്യൂയിലൂടെ പല ലിറ്റററി പീസസ് വായിക്കുന്ന ഒരു ലിറ്ററേറ്റീവ് റീഡർക്ക് lead us to understand not only the personal problems of the writers in the പലരും എഴുതുന്നവര് പലരും അങ്ങനെയാണ്. തന്നെ റോള് തന്നെ വേറൊരു നറേറ്ററെ വെച്ചിട്ട് he will write his own story ആണെന്ന് പറയാതെ തന്നെ വേറൊരു നറേറ്ററെ ആയിരിക്കും വെക്കുക. റേവൻ എന്നുള്ള സ്റ്റോറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബേർഡിനെ ഒരു ഇല്യൂഷനിൽ കൊണ്ടുവന്ന്, ഒരു ഇമാജിനേഷനിൽ ഒരു ബേർഡിനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്റെ ലവ് സ്റ്റോറീസ് മുഴുവൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ബേർഡിനെ ഒരു ഇല്യൂഷനിൽ കൊണ്ടുവന്ന്, ഒരു ഇമാജിനേഷനിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇതൊക്കെ തന്റെ തന്നെ സ്റ്റോറീസ് ആയിരിക്കാം. മേ ബി മോസ്റ്റ് ഓഫ് ദ റൈറ്റേഴ്സ് അവര് തന്നെ സ്റ്റോറീസ് ആണെന്ന് പറയാതെ തന്നെ പറയുന്ന പല റൈറ്റേഴ്സ് അങ്ങനെ തന്റെ തന്നെ സ്റ്റോറീസ് ആണെന്ന് പറയില്ല. അങ്ങനെ ചില കൺസെപ്റ്റുകൾ, അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടല്ലോ, നറേറ്ററെ വെച്ച് പറയുന്ന സ്റ്റോറീസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് നറേറ്റർ, അതിലെവിടെയെങ്കിലും ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് നറേറ്റർ തന്നെയാണ്, ഓതർ തന്നെയാണ് നറേറ്റർ എന്നൊരു കൺസെപ്റ്റ് ആണ്. നമ്മൾ പൊതുവെ 99% ഓഫ് ദ റൈറ്റിംഗ്സിലും ഓതർ തന്നെയാണ് നറേറ്റർ ആയിരിക്കും മോസ്റ്റ്ലി. അതല്ലെങ്കിൽ അതിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഹി കെയിം ടു ഇങ്ങനൊരു ഇൻസിഡന്റുമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹി വാസ് പ്രസന്റ് ഇൻ ദിസ് ഇൻസിഡന്റ്. അങ്ങനെ ഒരു ഫാമിലിയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ ഹി വാസ് പ്രസന്റ് ഇൻ ദിസ് ഇൻസിഡന്റ്, അല്ലെങ്കിൽ ഹിസ് ഫ്രണ്ടൊക്കെ മേ ബി നറേറ്റർ തന്നെയായിരിക്കും, ഓതർ തന്നെയായിരിക്കും. ഫ്രണ്ട് എന്നൊരു കൺസെപ്റ്റിൽ നറേറ്ററിൽ പറഞ്ഞതായിരിക്കും. ഇങ്ങനെ പല ഇത് കാണുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് ദ റൈറ്റേഴ്സിന്റെ പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കുക. ബട്ട് ഓൾസോ ദ അണ്ടർലൈങ് പാറ്റേൺസ് ഓഫ് ദ writings and as well as the writing styles. Personal problems of the writers മാത്രമല്ല, അവരുടെ റൈറ്റിംഗ്സ് ആ പേഴ്സണൽ പ്രോബ്ലമിനെ എങ്ങനെ ഒരു നറേറ്ററിലൂടെ ഇൻഡയറക്ട്ലി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ച് തിങ്ക് ചെയ്താലേ സൈക്കോളജിക്കലോ മോറലിസ്റ്റിക് വ്യൂവിലോ ഒക്കെ വ്യൂ ചെയ്താൽ മാത്രമേ വി കൻ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ പ്രോബ്ലം, അല്ലെങ്കിൽ വി കൻ അണ്ടർസ്റ്റാൻഡ് ദ റിയൽ തീം, കൺസെപ്റ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് വെറും സ്റ്റോറി മാത്രമായിരിക്കും, കൺസെപ്റ്റ് അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. സെയിം എക്സാമ്പിളിൽ പോയട്രീസോ ഏതെങ്കിലും നിങ്ങൾ അറിയുന്ന പോയട്രീസോ, റേവൻ പറഞ്ഞ പോലെ റേവൻ എന്നുള്ള പോയട്രി തന്നെ എടുത്താൽ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന സെപ്പറേറ്റ് ലവറുടെ ഒരു സെപ്പറേറ്റ്നെസ്, ആ സെപ്പറേറ്റ് ചെയ്ത് പോയ ലവറെ കുറിച്ച് ഒരു ഇല്യൂഷനിൽ പറയേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ എക്സ്പ്രഷൻസ്, ഹി വോണ്ട് ടു എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ് ലൈക്ക് ദിസ്. ആർട്ടിസ്റ്റിന് അയാളുടെ എക്സ്പ്രഷൻസ് ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. വെറുതെ ഇരുന്ന് അട്ടറിങ് വേർഡ്സ് അല്ലാതെ ഒരു ഇല്യൂഷനിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് എക്സ്പ്രസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി. പേഴ്സണൽ പ്രോബ്ലം ഓഫ് ദ റൈറ്റർ നമ്മൾ അവിടെ മനസ്സിലാക്കി. ഓതറുടെ സെപ്പറേറ്റ്നെസ് ആൻഡ് ഫീലിങ്സ് ആണ് അവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കി. ആൻഡ് റൈറ്റിംഗ് സ്റ്റൈലിന്റെ കൺസെപ്റ്റ് എന്താണ്, അപ്പൊ വേറൊരു വ്യൂ പോയിന്റിൽ നോക്കിയാലേ ഇങ്ങനെ മനസ്സിലാവാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. ഇനി പറയുന്നത് Cyclone is searching for the subconscious patterns which motivate a character. പൊതുവെ ഒരു പീസ് ഓഫ് ലിറ്ററേച്ചറിൽ ഇങ്ങനെ അഡ്വാൻസ്ഡ് സൈക്കോളജിക്കൽ വ്യൂവിൽ എഴുതുന്ന റൈറ്റേഴ്സ് പൊതുവെ മോട്ടിവേറ്റ് ദ ക്യാരക്ടറിനെ അതിൽ പറഞ്ഞിരിക്കുന്ന ഹീറോ അല്ലെങ്കിൽ ദ മെയിൻ ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയായിരിക്കും. പോസിറ്റീവ് എനർജി, ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. The effect that such an approach to literature can make upon the interpretation of art can be seen
almost as remarkably in the numerous studies of Henry James, The Turn of the Screw. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഹെൻറി ജെയിംസിന്റെ ടേൺ ഓഫ് ദ സ്ക്രൂവിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആർട്ട്. അപ്പൊ അതിലൊരു കല ഇങ്ങനെ എഫക്ട് ഓഫ് ദാറ്റ് സച്ച് എൻ അപ്രോച്ച് ടു ലിറ്ററേച്ചർ. ഈ ലിറ്ററേച്ചറിനെ ഇങ്ങനെ ഒരു അപ്രോച്ചിൽ വ്യൂ ചെയ്യുക, ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറൈസേഷനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഒരു അപ്രോച്ചിനെ കുറിച്ച് പല റൈറ്റേഴ്സും എഴുതിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ, ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ജെയിംസിന്റെ ടേൺ ഓഫ് ദ സ്ക്രൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലിറ്ററേച്ചറിനെ മനസ്സിലാക്കാൻ അതിൽ നിന്നൊരു ക്ലിയർ മോറൽ ഉള്ള സ്റ്റോറീസ് ആണെങ്കിൽ വി ക്യാൻ ടേക്ക് ദ മോറലിസ്റ്റിക് അപ്രോച്ച്. ഒരു മോറൽ കൺസെപ്റ്റ് ഉള്ള സ്റ്റോറീസ് ആണെങ്കിൽ ഒരു മോറലിസ്റ്റിക് അപ്രോച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ റേവൻ എന്നുള്ള എക്സാമ്പിൾ, ഇപ്പൊ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല, ബുക്കിൽ റേവൻ എക്സാമ്പിൾ ഒന്നും പറഞ്ഞിട്ടില്ല. റേവൻ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ദർ ഇസ് നോ മോറൽ അറ്റ് ഓൾ. ആ സ്റ്റോറീസിൽ നമ്മൾ നേരത്തെ പഠിച്ച പ്രില്യൂഡിലോ അല്ലെങ്കിൽ ഹെസ്റ്ററിന്റെ സ്റ്റോറീസിലൊന്നും നമുക്ക് ഒരു മോറലാണ് കിട്ടുക. ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ഒരു ലേഡി എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ ഒരു സൊസൈറ്റിയിൽ ജീവിക്കേണ്ട ലേഡിയാണ്. സോ അവർ ചെയ്ത തെറ്റുകൾക്ക് ഹൗ ഷീസ് ഗെറ്റിംഗ് സം പണിഷ്മെന്റ്സ്, ഇങ്ങനെ പണിഷ്മെന്റ്സ് കൊടുക്കുന്നതുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻസ് ഷീസ് ഗെറ്റിംഗ്, എല്ലാ ജനറേഷൻസിനും അവരുടെ മെമ്മറിയിൽ ഇങ്ങനെ ഒരു പണിഷ്മെന്റ് വായിച്ചവർക്കും ഇപ്പൊ നമ്മൾ വായിക്കുന്നവർക്കും ഇങ്ങനെ ഒരു സൊസൈറ്റിയെ കുറിച്ച് ഒരു അവയർനെസ്, ഒരു മോറൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇപ്പൊ റേവൻ എന്നുള്ള സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് നോ സച്ച് മോറൽ. അയാളുടെ ഫീലിങ്സ് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. സെപ്പറേറ്റ്നെസ് അല്ലെങ്കിൽ ആ ലവറുമായിട്ടുള്ള ഒരു ഇന്റൻസിറ്റി വിട്ടുപോയതിന്റെ വിഷമം അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ എന്താണ് മോറൽ ഉള്ളത്? എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട്, അവിടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ ദുഃഖിച്ചിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ല. അതില് ഹീസ് എക്സ്പ്രസിങ് ഹിസ് ഫീലിങ്സ്. റേവൻ എങ്ങനെ നെവർ മോർ എന്ന് പറയുന്നത് ഇനിയും കാണാൻ സാധിക്കുമോ? ഇല്ല, നെവർ മോർ ഇങ്ങനെ പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രം. അതെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളൊരു ടെൻഡൻസി, ഒരു ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതിലൊരു മോറൽ ഒന്നും പറയും. അപ്പൊ മോറലിസ്റ്റിക് വ്യൂല് കണ്ടാൽ നമുക്കിത് മനസ്സിലാവില്ല എന്നർത്ഥം. ഒരു മോറലിസ്റ്റിക് അപ്രോച്ചിൽ എടുത്താൽ റേവൻ പോലുള്ള സ്റ്റോറീസ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല എന്നർത്ഥം. അവിടെ നമ്മൾ എന്ത് വ്യൂല് തന്നെ എടുക്കണം, ഒരു സൈക്കോളജിക്കൽ വ്യൂല് തന്നെ എടുക്കണം. വാട്ട് ഹി വാണ്ട് ടു എക്സ്പ്രസ്, ദ ആർട്ട് ഹി എക്സ്പ്രസ്ഡ്, എങ്ങനെ എഴുതിയിരിക്കുന്നു, ഹൗ ഹി എക്സ്പ്രസ് ഹിസ് ഫീലിങ്സ്. ഒരു നറേറ്ററിലൂടെ, ഇല്യൂഷൻസിലൂടെ, ഒരു ഇമാജിനേറ്റീവ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ആർട്ടിനെയാണ് മനസ്സിലാക്കേണ്ടത്. വർക്ക് ബിഹൈൻഡ് ദ ആർട്ട് ഇൻ എ സൈക്കോളജിക്കൽ വ്യൂ. ആ ബിഹൈൻഡ് ദ ആർട്ടിന് പിന്നിലുള്ള വിഷയത്തെ ഒരു സൈക്കോളജിക്കൽ വ്യൂവിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സബ് കോൺഷ്യസ് പാറ്റേൺസ് അവിടെ വരുന്നത്, സബ് കോൺഷ്യസ് മോട്ടിവേറ്റ് ദ ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്തത്. അവിടുത്തെ ക്യാരക്ടർ ശരിക്കും ആര് തന്നെയാണ്? നറേറ്റർ, ഓദർ തന്നെയാണ്. അപ്പൊ ഓദറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില പോയിന്റ്സ് ആണ് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇതിന്റെ എഫക്ട് ഓഫ് സച്ച് ആൻ അപ്രോച്ച് ടു ലിറ്ററേച്ചറിനോട് ഇങ്ങനെ ഒരു അപ്രോച്ച് ക്യാൻ മേക്ക് ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആർട്ട് ക്യാൻ ബി സെൻ ഓൾമോസ്റ്റ്. ഇങ്ങനെ പല ആർട്ട്, അതിന് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആർട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ മെത്തേഡിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മോറലിസ്റ്റിക് അപ്രോച്ചിൽ കാണുമ്പോൾ മോറൽസ് ഉള്ള തിയറീസ് എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ നമുക്ക് മോറലിസ്റ്റിക് അപ്രോച്ചിലൂടെ കാണാം. അതല്ലാതെ ചിലത് എക്സ്പ്രഷൻസ് ഓഫ് ഫീലിങ്സ് മാത്രമാണെങ്കിൽ നമുക്ക് അതിനെ മോറലിസ്റ്റിക് വ്യൂവിൽ എടുത്താൽ പോലെ സൈക്കോളജിക്കലി വി ഹാഡ് ടു തിങ്ക് ബിഹൈൻഡ് ദ ആർട്ട്. എഴുതിയിരിക്കുന്ന വരികൾക്ക് അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഒരു അൺകോൺഷ്യസ് ലെവൽ. അപ്പൊ ഇങ്ങനെ എഴുതാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചില പാഷനാണ്. ചില റൈറ്റേഴ്സ്ക്ക് ചില വിഷയങ്ങളോടുള്ള പാഷനാണ്. അവരതിന്റെ പീക്കിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ മാഡ്നസ് എന്ന് പറയുന്നു, അൺകോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അത് എത്താൻ പറ്റാത്തവരെ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നു. അപ്പൊ ഈ ലെവൽസിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലിറ്റററി പീസിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ എങ്ങനെ മനസ്സിലാക്കാം എന്നൊരു ഫ്രൂഡിയൻ തിയറിയിലൂടെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ട്രേസ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് സൈക്കോളജിക്കൽ അപ്രോച്ച്. സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോഴും മോറലിസ്റ്റിക് അപ്രോച്ചും ലിറ്ററേച്ചറൊക്കെ ജസ്റ്റ് പാരഗ്രാഫ് വൈസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മോറലിസ്റ്റിക് വ്യൂവിൽ കിട്ടാത്ത ഒരു ലിറ്റററി പീസിനെ മോറലിസ്റ്റിക് വ്യൂവിലും സൈക്കോളജിക്കൽ വ്യൂവിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലൊരു മോറൽ ഉണ്ടെങ്കിൽ വിൽ ഗെറ്റ് സം മോറൽ ഫ്രം ദിസ്. അതേ ഇതിൽ തന്നെ ഒരു സൈക്കോളജിക്കൽ വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ മോറലിസ്റ്റിക് അപ്രോച്ച് ഉള്ളതിന് സൈക്കോളജിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റും. സൈക്കോളജിക്കൽ വ്യൂവിൽ എഴുതിയിരിക്കുന്ന ലിറ്ററേച്ചർ പീസിനെ മോറലിസ്റ്റിക് വ്യൂവിൽ കാണാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ ചിലത് കോമ്പിനേഷൻ കറക്റ്റ് ആയിരിക്കും, ചില വേർഡ്സ് ചില കോമ്പിനേഷൻസ് ആക്ട് ആവണമെന്നില്ല. ഇതിൽ മോറൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിൽ നിന്നൊരു മോറൽ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ മോറലിസ്റ്റിക് വ്യൂവിൽ നമുക്ക് എങ്ങനെ ആ പീസിനെ കാണാൻ പറ്റും? ആ ലിറ്റററി പീസിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? സൈക്കോളജിക്കൽ അപ്രോച്ചിൽ എടുത്താൽ മാത്രമേ അതിന്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കൺക്ലൂഷൻ കൊടുത്തിട്ട് ലിറ്റററി ക്രിറ്റിസിസത്തിൽ
വാട്ട് ഈസ് എ സൈക്കോളജിക്കൽ തിയറിയുടെ കൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ലിറ്ററേച്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് സൈക്കോളജിക്കൽ തിയറി. നെക്സ്റ്റ്, ലിറ്ററേച്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് സൈക്കോളജിക്കൽ തിയറി. ലിറ്ററേച്ചറിനെ സൈക്കോളജിക്കൽ തിയറിയുടെ ഒരു ടോർച്ച് വാങ്ങിയിട്ട് ടോർച്ചിനുള്ളിൽ സൈക്കോളജിക്കൽ തിയറി എന്ന് വെച്ചിട്ട് അതിനെ ലിറ്ററേച്ചറിലേക്ക് അടിച്ചു നോക്കുമ്പോൾ ലിറ്ററേച്ചറെ നമുക്ക് എങ്ങനെയാണ് കാണുക? മോറൽ എന്നുള്ള ടോർച്ച് വേറെയാണ്, വേറെ കളറാണ്. സൈക്കോളജിക്കൽ തിയറി എന്നുള്ള ടോർച്ച് വേറെ കളർ. ആ ടോർച്ച് കൊണ്ട് ലിറ്ററേച്ചറിനെ അടിച്ചു നോക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കാണുക എന്നുള്ളതാണ് ലിറ്ററേച്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് സൈക്കോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇവിടെ ഇതുപോലെ പല റൈറ്റേഴ്സിന്റെയും, കെന്നത്ത് ബൂക്കാണ് മെയിൻ ക്രിട്ടിസൈസർ. കെന്നത്ത് ബർഗ്സിന്റെ പല സ്റ്റോറീസും ഉണ്ട്. പ്രിസന്റോ ആൻഡ് ദ പോയറ്റിക് പ്രോസസ്, അതിനെ കുറിച്ചൊക്കെയാണ്. അനലൈസ്, 3 എണ്ണം പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അനലൈസ് ജോഫ്രി ജോർജ് കമന്റ്സ് ഓൺ ജോൺ ആസ്റ്റൻസ് നോവൽ പെർസ്യൂഷൻ. നെക്സ്റ്റ് വൺ, സൈമൺ ഓലാസസ്. ഇങ്ങനെ 3 ഷോർട്ട് സ്റ്റോറീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരാന്ന്. അപ്പൊ അതിന് മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. കെന്നത്ത് ബുക്കിന് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. സൈക്കോളജിക്കൽ ക്രിട്ടിക് ആണ്, സൈക്കോളജിക്കലി വ്യൂ ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ് കെന്നത്ത്. അവിടെ സൈക്കോളജിക്കൽ ടൂൾസ് ടു എക്സ്പ്ലോർ ആൻഡ് ഡിഫൈൻ ദ കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് പോയറ്റിക് പ്രോസസ്. സൈക്കോളജിക്കൽ ടൂൾസ് ഉപയോഗിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഓത്തർ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു റൈറ്റർ എഴുതിയിരിക്കുന്നത് ഒരു ഹ്യൂമൻ മൈൻഡിൽ വരുന്ന തീംസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു നേച്ചർ മാത്രമായിരിക്കണം എന്നില്ല, കൺസെപ്റ്റ് റിഗാർഡിങ് മൈൻഡ് മാത്രമായിരിക്കണം എന്നില്ല, ഹ്യൂമൻ ബൈങ്ങിലെ ലൈഫ് മാത്രമായിരിക്കണം എന്നില്ല, ഒബ്ജക്ട്സ് ആവാം എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സ്പീച്ച്, മെറ്റീരിയൽ. അതിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് മിത്തോളജി, റിലീജിയൻ, സോഷ്യൽ സിസ്റ്റം, പ്രോപ്പർട്ടി, ഗവൺമെന്റ്, വാർ, ഇങ്ങനെ എന്ത് കോൺസെപ്റ്റ് വേണമെങ്കിലും ലിറ്ററേച്ചറിൽ എഴുതിയിട്ടുണ്ടാവും. അതിനെ കുറിച്ച് പോയട്രി, നോവൽസ് എഴുതിയിട്ടുണ്ടാവും. സ്പീച്ച് ആയിരിക്കാം, മെറ്റീരിയൽസ് ആയിരിക്കാം, ട്രൈറ്റ്സ് ആയിരിക്കാം, ആർട്ട് ആയിരിക്കാം, മിത്തോളജി, റിലീജിയൻ, സോഷ്യൽ സിസ്റ്റംസിനെ കുറിച്ചായിരിക്കാം, പ്രോപ്പർട്ടിയെ കുറിച്ചായിരിക്കാം, ഗവൺമെന്റിനെ കുറിച്ചായിരിക്കാം, വാറിനെ കുറിച്ച്. വാർ പോയിന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ the artist chooses from among his emotional and environmental experience to express the ideas in his mind. So his own mindil തോന്നുന്ന ഐഡിയാസിനെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ലെവലാണ്. ഹിസ് ഓൺ മൈൻഡിൽ തോന്നുന്ന ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഹീസ് ചൂസിങ് എ തീം. അത്രേ ഉള്ളൂ. മൈൻഡിൽ തോന്നുന്ന ഐഡിയാസിനെ ഹി വോണ്ട് ടു എക്സ്പ്രസ് ഹിസ് മൈൻഡ്. അത്രേ ഉള്ളൂ. സൈക്കോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത് ഒരു പോയിന്റിന്റെ മൈൻഡിലുള്ള എക്സ്പ്രഷൻ, ഫീലിങ്സ്, വാട്ട്, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഹീസ് ചൂസിങ് സം വേർഡ്സ് മാത്രം ചൂസ് ചെയ്താൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഒരു തീം വേണം. തീമിലൂടെ ചൂസ് ചെയ്യുമ്പോഴാണ് എക്സ്പ്രസീവ് ആവുന്നത്. അപ്പൊ അതിന് സ്പീച്ച് ആയിരിക്കാം എടുക്കുന്നതും, മിത്തോളജി ആയിരിക്കാം, സോഷ്യൽ സിസ്റ്റംസ് ആയിരിക്കാം, ഗവൺമെന്റ് ആയിരിക്കാം, വാർ ആയിരിക്കാം. എന്ത് തീമാണ് എടുക്കുന്നത് അതിന്റെ ബേസിലേക്ക്, അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ആ തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഹി വോണ്ട് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ് എന്ന് ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കമ്പാരിസണും കൂടെ പറയുന്നുണ്ട്. certain archetypes of perfect ideas existed in heaven and that the things that we perceive with our senses were but pale imitations of heavenly ideas. ഇങ്ങനെ സബ് കോൺഷ്യസ് ലെവലില് ചിന്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് പോലെയാണ് ഇവിടെ പറയാ. പ്ലാറ്റോന്റെ ഒക്കെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു അപ്കമിങ് ലെവലിൽ, ഒരു അപ്ഗ്രേഡഡ് ലെവലിൽ, ഒരു സുപ്പീരിയർ ലെവലിൽ എഴുതുക എന്ന് പറയുന്നതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള കമ്പാരിസൺ. ഭൂമിയിൽ നടക്കുന്നത് നമ്മൾ പറയും സ്വർഗത്തിനെ ഇവിടെ തന്നെ കൊണ്ടുവരാൻ പറ്റും, ഭൂമിയിൽ തന്നെ കൊണ്ടുവരും, ഇവിടെ തന്നെ പ്രാക്ടിക്കലി നമ്മൾ എല്ലാം നല്ലത് മാത്രം ചെയ്താൽ ഇവിടെ തന്നെ കൊണ്ടുവരും. പോസിബിൾ ആണോ? ഇവിടെ തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എഴുതി വെക്കാം, ലിറ്ററേച്ചറിൽ എഴുതി വെക്കാൻ പറ്റും, പോയട്രിയിൽ എഴുതി വെക്കാൻ പറ്റും. ഇവിടെ തന്നെ നമുക്കൊരു സ്വർഗം സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ എന്ന് എഴുതി വെക്കാൻ പറ്റും. പ്രാക്ടിക്കലി അങ്ങനെ ഒരു സ്വർഗം ഇവിടെ ഹെവനെ ഇവിടെ കൊണ്ടുവരുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്? എന്തൊക്കെ നല്ല കാര്യങ്ങൾ 100% പോസിറ്റീവായ എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഇവിടെ പ്രാക്ടിക്കലി ഭൂമിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ഹെവനെ തന്നെ ഇവിടെ എത്തിക്കുക എന്ന് പറയുന്നത് ഈസ് ഇറ്റ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ, പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നോ, എസ് എന്ത് ഉത്തരം പറയുമെന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. പോസിബിൾ ആണോ എന്ന് വെച്ചാൽ എസ് എന്നാണ് പറയുന്നതെങ്കിൽ ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇവിടെ കാണുന്ന ഇത്രയും ഹ്യൂമൻ ബീയിങ്സിനെ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഒരു സർക്കിളിനകത്തെങ്കിലും നമുക്കൊരു ഹെവൻ കൊണ്ടുവരാൻ പറ്റുമോ? നമ്മളുടെ ഫാമിലിക്കകത്തെങ്കിലും ഒരു സർക്കിളിനകത്തെങ്കിലും ഒരു ഹെവൻ കൊണ്ടുവരാൻ പറ്റും? എല്ലാവരെയും പോസിറ്റീവായി, എല്ലാവരെയും ഹൈലി 100% പെർഫെക്റ്റ് ആക്കി, ആരും ഒരു മിസ്റ്റേക്കുകളും ഇല്ലാതെ, ആർക്കും ഒരു അബദ്ധങ്ങളും പറ്റാതെ, അങ്ങനെ ഒരു 100% പെർഫെക്ഷനിലേക്ക് നമുക്കൊരു സർക്കിളിനെ പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല. പറ്റാതെയാണല്ലോ, 100% പെർഫെക്റ്റ് അല്ല. അപ്പൊ അതുപോലെയാണ് ലിറ്ററേച്ചർ പീസിനെ 100% മനസ്സിലാക്കുക, അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് ഒരു ഹൈ ലെവൽ ഇമ്പാക്റ്റിൽ പ്രസന്റ് ചെയ്യുക, എക്സ്പ്രഷൻ ഓഫ് മൈൻഡ് എന്നുള്ളത്
ഒരു ഹൈ ലെവൽ ഇമ്പാക്റ്റിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതും ഇതുപോലെ ഭൂമിയും സ്വർഗവും തമ്മിലുള്ള അന്തരമാണ്. അതിന് ഒരു കമ്പാരിസൺ അതുകൂടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ തീംസ് ഒക്കെ എടുത്താലും, വാറും തീംസ് ഒക്കെ എടുത്താലും, ഗവൺമെന്റോ വാറോ ഒരു ഒബ്ജക്റ്റോ ഒക്കെ എടുത്തിട്ട് ഹി വോണ്ട് ടു എക്സ്പ്രസ് ഹിസ് മൈൻഡിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഹി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും എന്തൊക്കെ തീം എടുത്ത് എക്സ്പ്രസ് ചെയ്താലും ഒരു ഹൈലി പാഷനേറ്റ് മൈൻഡ് ആണെങ്കിലും ഹൈലി അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും ഒരു ഇങ്ങനെ ഒരു ഡിവിഷൻ, ഇങ്ങനെ ഒരു അന്തരം, ഇതിന് തമ്മിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നർത്ഥം. ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ഗ്യാപ്പാണ്. അത് എന്ത് തന്നെ പ്രസന്റ് ചെയ്താലും അതിന്റെ ഒരു ലെവലിലേക്ക് മാത്രമേ എത്താൻ പറ്റുള്ളൂ എന്നർത്ഥം. Then mere use of symbols cannot make a work great. വെറുതെ കുറെ സിമ്പിൾസോ അല്ലെങ്കിൽ കുറെ ഫീലിങ്സിന്റെ വേർഡ്സോ എടുത്തത് കൊണ്ട് എഴുതിയത് കൊണ്ട് ഒരു ലിറ്ററേച്ചർ പീസ് അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഗ്രേറ്റ് വർക്ക് ആവണമെന്നില്ല. അതിന്റെ പിന്നിലുള്ള ആർട്ട് ഗ്രേറ്റ് ആവണമെന്നില്ല. കുറെ വേർഡ്സുകൾ പറഞ്ഞത് കൊണ്ട് അല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള കുറെ വേർഡ്സ് പറഞ്ഞത് കൊണ്ട് ഒരു വർക്ക് ഗ്രേറ്റ് ആവണമെന്നില്ല എന്നർത്ഥം. അതിനും കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. French novelist Robert Madame Bovary as a symbol of woman who aspires beyond her station and suffers as a consequence. ഒരു ലേഡിയുടെ സ്റ്റോറിയും ഫ്രഞ്ച് നോവലിസ്റ്റ് ആയ ഫ്ലബർട്ടിന്റെ സ്റ്റോറിയിൽ മാഡം ബോവറിയുടെ സ്റ്റോറി വുമൺ ഹാസ് ബിയോണ്ട് ഹർ സ്റ്റേഷൻ, തന്റെ പരിധിക്കപ്പുറം പല വിഷയങ്ങളും ചെയ്യുന്ന ഒരു ലേഡിയെ കുറിച്ചും മാഡം ബോവറിയെ കുറിച്ചും ആൻഡ് സഫേഴ്സ് ദ കോൺസിക്വൻസ്. അങ്ങനെ ചെയ്യുമ്പോൾ വാട്ട് ആൾ ഷീ സഫറിങ് ഇൻ ഹർ ലൈഫ്, ലൈഫിൽ സഫർ ചെയ്യേണ്ടി വരുന്ന വിഷയങ്ങൾ, തനിക്ക് തന്റെ ലിമിറ്റേഷന് പരിധിക്ക് അപ്പുറം ചെയ്യുന്ന ചില വിഷയങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ ഷീസ് ഗെറ്റിംഗ് സം സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് ആഫ്റ്റർ ദാറ്റ് ഷീ ഹാസ് ടു സഫർ ദ കോൺസിക്വൻസസ്. അതിനുശേഷം അവർ സഹിക്കേണ്ടി വരുന്ന കോൺസിക്വൻസസിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട്. ദിസ് സിമ്പിൾ proved effective only because Robert and made little touches to enhance the effectiveness of the novel. നോവലിന്റെ എഫക്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ രണ്ട് പീക്കിലേക്ക് ഒരാളുടെ തന്നെ രണ്ട് എൻഡിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. Symbol succeed in its appeal only if readers are favorably disposed to what the symbol stands for. അപ്പൊ ഇങ്ങനെ സിമ്പിൾസ് അല്ലെങ്കിൽ ഇങ്ങനെ ചില സിമ്പതിയോ അല്ലെങ്കിൽ ഒരു ഫിയർ, പേടി, അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ്, കറേജസ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ വെച്ചുകൊണ്ട് ഒരു ക്യാരക്ടറിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെ സക്സസ് ആവുന്നത് ഇഫ് ദ റീഡേഴ്സ് ആർ ഫേവറബിൾ. റീഡേഴ്സിന് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് സക്സസ് ആവുന്നത്. റീഡേഴ്സ് എങ്ങനെ അതിനെ ഫേവറബിൾ ആക്കും? പേടിയുള്ള ഒരാൾക്ക് പേടിയുള്ള നോവൽ വായിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ധൈര്യമുള്ള ഒരാൾക്ക് ധൈര്യമുള്ള നോവൽസ് വായിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ റീഡേഴ്സ് എന്ത് മാത്രമേ കുറച്ച് മാത്രം അവരെ മാത്രമേ പ്ലീസ് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ മാത്രമേ ഫേവറബിൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാട്ട് എവർ ഹി വോണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ്, ഓതറിന് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹി വിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എക്സ്പ്രസ് ചെയ്യും. അത് റീച്ച് ആവുന്നത് എവിടെ മാത്രമായിരിക്കും? ഓൺലി ഫോർ എ ഫ്യൂ, കുറച്ച് ആളുകളിൽ മാത്രമായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഹെവൻ അല്ലെങ്കിൽ അൺകോൺഷ്യസ് പാഷൻ എല്ലാവരെയും അത് വായിച്ചിട്ട് ഓൾ ഓഫ് ദ റീഡേഴ്സിനെ വായിച്ചിട്ട് ഒരു പീക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാണ്. ഇനിയും അതിന് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. സെൽഫ് എക്സ്പ്രഷൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹി വാണ്ട് ടു എക്സ്പ്രസ് ഹിസ് മൈൻഡ്, ഏതെങ്കിലും ഒരു തീം എടുത്തിട്ട് അതിലൂടെ തന്റെ മൈൻഡിനെ എക്സ്പ്രസ് ചെയ്യാനാണ് റൈറ്റേഴ്സ് എഴുതുന്നതെന്ന് പറഞ്ഞു. പോയിറ്റ്സോ ലിറ്ററേച്ചർ എഴുതുന്നവർ സെൽഫ് എക്സ്പ്രഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ സെൽഫ് എക്സ്പ്രഷന് രണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്യൂർ അട്ടറൻസ്. പ്യൂർ അട്ടറൻസ് എന്ന് മൈൻഡിലുള്ള തോന്നുന്ന പോലെ അതിനെ വിളിച്ച് പറയാം. അട്ടറൻസസ്, വേർഡ്സ് എന്തൊക്കെയാണോ തോന്നുന്നത് അത് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാം. പ്യൂർ അട്ടറൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. സച്ച് ആർ ക്രൈം വെൻ വി ആർ പെയിൻ ആൻഡ് ഷൗട്ടിങ്, വേദന വരുമ്പോൾ കരയാം. ഷൗട്ടിങ് ജോയ്ഫുള്ളി വെൻ വി ആർ ട്രൈം, സന്തോഷം വരുമ്പോൾ നിലവിളിക്കുക. ഓൺലി മൈനർ റെസ്പെക്ട് ഫോർ സെൽഫ്, ഇതൊക്കെ സെൽഫ് എക്സ്പ്രഷൻസ് ആണ്. Artist effort to provoke emotions in others is a far more significant kind of self-expression. Artist has not only a message but also desires to produce effects upon his audience. അപ്പൊ ആർട്ടിസ്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്റെ എക്സ്പ്രഷൻ ഓഫ് മൈൻഡ്, സന്തോഷം വരുമ്പോൾ സന്തോഷം, സങ്കടം വരുമ്പോൾ സങ്കടവും പറയുന്ന കുറെ വേർഡുകളിലൂടെ ഹി വാണ്ട് ടു എക്സ്പ്രസ് ഹിസ് മൈൻഡ് ആസ് വെൽ ആസ് പ്രൊഡ്യൂസ് സം എഫക്ട്സ് അപ്പോൺ ദ ഓഡിയൻസ്. ഓഡിയൻസിൽ ഒരു എഫക്ട്സ് കൊണ്ടുവരണമെന്ന് ഏതൊരു റൈറ്റർക്കും ഉണ്ടാവില്ല. ഏതൊരു റൈറ്റർക്കും, ലിറ്ററേച്ചർ എഴുതുന്നവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചത്. റീഡേഴ്സിനെ മൈൻഡിൽ വെച്ചുകൊണ്ട് അല്ല ലിറ്ററേറ്റീവ് പീസ് എഴുതുന്ന അല്ലെങ്കിൽ ഹൈലി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ എഴുതുന്ന റൈറ്റിംഗ്സ് ഒന്നും റീഡേഴ്സിനെ മൈൻഡിൽ വെച്ചുകൊണ്ടല്ല എഴുതുന്നത്. അവരുടേതായ ലെവലിലുള്ള റീഡേഴ്സിനെ മാത്രം മൈൻഡിൽ വെച്ചുകൊണ്ടാണ് എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എനിവേ അവരുടേതായിട്ടുള്ള ലെവലിലുള്ള റീഡേഴ്സിനെങ്കിലും മൈൻഡിൽ വെക്കുന്നുണ്ടല്ലോ. സോ ദി ആർ കോൺസെൻട്രേറ്റഡ് ഓൺ ദ റീഡേഴ്സ്. അപ്പൊ ഇവിടെ സെൽഫ് എക്സ്പ്രഷൻ ആണെങ്കിലും മൈൻഡിലുള്ള വിഷയങ്ങളെ എക്സ്പ്രസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഇഫക്റ്റ് അപ്പോൺ ദ ഓഡിയൻസിൽ ഒരു ഇഫക്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നത്. സിംപതി ആവട്ടെ, അല്ലെങ്കിൽ പെയിൻ, ഷൗട്ടിങ്, എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്, സന്തോഷമാവട്ടെ, സങ്കടമാവട്ടെ, ഇങ്ങനെയുള്ള പർട്ടിക്കുലർ തീം എടുക്കുന്നത്. ആർട്ടിസ്റ്റ് എംപ്ലോയ്സ് വെറൈറ്റി ഓഫ് മീൻസ് ടു കൺവേസ് ഇമോഷൻസ്. സംടൈംസ് ആർട്ടിസ്റ്റ് മീൻസ് ബിക്കംസ് എൻഡ്സ് ഇൻ ദംസെൽവ്സ്. ബ്യൂട്ടി ഈസ്
അപ്പൊ ഇതിന്റെയൊക്കെ ബ്യൂട്ടി എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ഓഫൺ യൂസസ് ടു കൺവേ ഹിസ് മെസ്സേജ് ഇഫക്റ്റീവ്ലി. ഇതിന്റെയൊക്കെ ഭംഗി എന്ന് പറയുന്നത് ഇത് കുറെ വിഷയങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ പീക്ക്നെസ്, ഒരു പീക്ക് ലെവൽ അൺകോൺഷ്യസ് മൈൻഡിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു, ഒരു എക്സ്പ്രഷൻ ഓഫ് മൈൻഡ് പറഞ്ഞു, സെൽഫ് എക്സ്പ്രഷൻ പറഞ്ഞു, പല തീംസിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് പറഞ്ഞു. മോറലിസ്റ്റിക് വ്യൂവിനെ കമ്പയർ ചെയ്യുമ്പോൾ സൈക്കോളജിക്കൽ വ്യൂവിൽ ദർ ഇസ് നോ സച്ച് മോറൽ. ഒരു സൈക്കോളജിക്കൽ വ്യൂവിൽ മനസ്സിലാക്കുക, അവരുടെ എക്സ്പ്രഷനെ നമ്മൾ കേൾക്കുന്നു, അത്ര മാത്രമേ അതിലുള്ളൂ. നമുക്ക് അവരുടെ മൈൻഡിലുള്ള എക്സ്പ്രഷനെ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ചില പോയട്രീസിലോ ലിറ്ററേച്ചർ പീസിലോ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ ബ്യൂട്ടി, അപ്പൊ ഇതൊക്കെ ഇത് എന്തിനും ഫസ്റ്റ് മോറലിസ്റ്റിക് അപ്രോച്ചിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് വി ആർ ഗെറ്റിംഗ് സം മോറൽ. ലിറ്ററേച്ചർ പീസ് വായിക്കുമ്പോൾ നമുക്ക് ചില മോറൽ കിട്ടുന്നു എന്നൊരു കൺസെപ്റ്റ് എങ്കിലും. സൈക്കോളജിക്കൽ വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാനില്ല. ഒരു പോയിന്റിന്റെ ഏതോ ഒരാൾ എഴുതി വെച്ച ഒരു പീസിൽ അവരുടെ മൈൻഡിന്റെ ഫീലിംഗ് എക്സ്പ്രഷൻ, സെൽഫ് എക്സ്പ്രഷൻ മാത്രം നമ്മൾ വായിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടാനുള്ളത്? അവരുടെ സെൽഫ് എക്സ്പ്രഷനിൽ നമ്മൾക്ക് എന്ത് എൻജോയ്മെന്റ് ആണോ ഫണ്ട്, അവർ ചിലപ്പോൾ വളരെ സാഡ് ആയിട്ടുള്ള ഒരു പോയട്രി ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് കുറെ സങ്കടം തന്നു എന്നല്ലാതെ വേറെ എന്താ ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കി എന്നല്ലാതെ വേറെ എന്താ നമുക്ക് കിട്ടാനുള്ളതെന്ന് ചിന്തിച്ചാൽ the beauty is artist often uses to convey his message effectively. എങ്ങനെ ഓഡിയൻസിൽ ഒരു എഫക്ട് കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശമെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയൻസിൽ ആർട്ടിസ്റ്റിന് എക്സ്പ്രഷനിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രൊഡ്യൂസ് ഇഫക്ട്സ് അപ്പോൺ ദ ഓഡിയൻസ്, അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിവേ വാട്ട് എവർ മേ ബി ദ ഇഫക്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ലാഭം കിട്ടുമെന്നൊന്നും അറിയാനല്ല. സം ഇഫക്ട് ഓൺ ദ ഓഡിയൻസ്, ഓഡിയൻസിൽ ഒരു ഇഫക്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് നമുക്ക് പറയാം. ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ലിറ്ററേച്ചറിനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു ഓഡിയൻസിൽ ഒരു എഫക്ട് കിട്ടിയിട്ടുണ്ടാവണം. വാട്ട് എവർ മേ ബി മോറലിസ്റ്റിക് വ്യൂവിൽ കാണുമ്പോൾ മോറൽ എഫക്ട് ആണെങ്കിൽ, സൈക്കോളജിക്കൽ വ്യൂ കാണുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ഒരു തോട്ട്, അതിന്റെ പിന്നിലുള്ള തോട്ടിനെ നമുക്ക് മനസ്സിലാക്കണം. ചില ലോകത്തിൽ ഇങ്ങനെയും ചില ലവേഴ്സ് ഉണ്ട്, അതിന്റെ സെപ്പറേഷനിൽ അവരിങ്ങനെ ഫീൽ ചെയ്യുന്നവരുണ്ടെന്ന് അറ്റ്ലീസ്റ്റ് ആ ഓതറിന്റെ റൈറ്റിംഗ്സിലൂടെയെങ്കിലും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടുന്നു എന്നർത്ഥം. ഇനിയും കെനത്ത് ബോക്സിന്റെ തന്നെ റൈറ്റിംഗ്സിനെ കുറിച്ചാണ് എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. then ഇതിനെ ഒരു മെക്കാനിസം ആയിട്ട് പറഞ്ഞു. നോ സച്ച് ജനറൽ തിങ് ആസ് ക്രിസന്റോ. ക്രിസന്റോ എന്ന് പറയുന്നത് ഹൈ പീക്ക് അൺകോൺഷ്യസ് ലെവൽ തന്നെയാണ്, ഒരു സൗണ്ടിന്റെ മാക്സിമം ലെവലിനെയാണ് ക്രിസന്റോ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അൺകോൺഷ്യസ് ലെവൽ, ബ്ലൈൻഡ്നെസ്, ആ ലെവലിനെ തന്നെയാണ് ക്രിസന്റോയിലും പറഞ്ഞിരിക്കുന്നത്. and then which we distinguish in a climate, and there is also in human brain the potentiality for reacting favorably. Human mind, there is also in the human brain, human mind in the human brain എന്നുള്ള കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മൈൻഡ് എന്നുള്ളത് എവിടെയാണ് നമ്മൾ ഇനി കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബ്രെയിൻ ന്റെ പൊട്ടൻഷ്യാലിറ്റി, ഹ്യൂമൻ ബ്രെയിനിനകത്തുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അതിനകത്തുള്ള എസെൻസ് എന്ന് പറയുന്നത് റിയാക്ടിങ് ഫേവറബിളി ടു സച്ച് ക്ലൈമാറ്റിക് അറേഞ്ച്മെന്റ്സ്. അപ്പൊ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഈ വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിന് റിയാക്ട് ചെയ്യുന്നതാണ് ഒരു ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാകാതിരിക്കുമ്പോൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുന്നില്ല, മനസ്സിലാവുമ്പോൾ നമുക്ക് അതിനെ കുറച്ചും കൂടെ കോൺഷ്യസ് ലെവലിലേക്ക് അതിനെ എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്ലൈമാറ്റിക് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് ഓതേഴ്സ് എഴുതിയിരിക്കുന്ന ഈ ഒരു റൈറ്റിംഗ് ലെവലിനെ, റൈറ്റിംഗ് സ്റ്റൈലിനെ, ബ്യൂട്ടി ഓഫ് റൈറ്റിംഗ്, ദ ആർട്ട് ഓഫ് ബ്യൂട്ടി ഓഫ് ആർട്ട്, ആ എഴുതിയിരിക്കുന്ന ആർട്ടിന്റെ പിന്നിലുള്ള ബ്യൂട്ടി, ആ വർക്ക്, അതിന്റെ ബിഹൈൻഡ് ദ വർക്ക്, അതിന്റെ തീം എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ ഹീസ് റിയാക്ടിങ് സംതിങ്, ആ റിയാക്ഷൻ ആണ് ക്രിറ്റിസിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്, അല്ല ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാനുള്ള ഒരു കൺസെപ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ അതിനെ ശരിക്കും മനസ്സിലാക്കുമ്പോൾ മാത്രമേ അതിന് തിരിച്ചു പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് ക്രിറ്റിസിസം, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ആർട്ട്, ദാറ്റ് ഇസ് ലിറ്ററേച്ചർ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതിൽ എക്സാമ്പിൾ ക്രിസന്റോയിൽ പറയുന്നത് നോക്കൂ. ഡസ് എ സ്റ്റോറി സേ അബൌട്ട് എ ആൻഡ് ബി. ഒരു എയും ബിനെ കുറിച്ച് ഒരു സ്റ്റോറി ആണെന്ന് പറയുന്നത്. എ ബിക്കംസ് മോർ ആൻഡ് മോർ ഇൻവോൾവ്ഡ് ഇൻ ഡിഫിക്കൽട്ടീസ്. എ എപ്പോഴും പ്രശ്നങ്ങളിൽ ചെന്നുപെടും. Artists may particularize or individuate the crescendo in any of the myriad aspects possible to human experience, localizing or canalizing it according to the chance details of his own life and vision. അപ്പോൾ നോർമലി നമ്മൾ ഒരു നോർമൽ സിനിമ എടുത്തു വെച്ച് നോക്കിക്കോളൂ, അതിലും അങ്ങനെയായിരിക്കും. എ ആൻഡ് ബി രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, രണ്ട് ഡിവിഷൻ ഉണ്ടാവും. അതിലൊരു ഭാഗം അല്ലെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊരു ഡിവിഷൻ എടുത്ത് ഫസ്റ്റ് ഹാഫ് മുഴുവൻ പോസിറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും, ഫസ്റ്റ് ഹാഫ് മുഴുവൻ നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ രണ്ട് ഹാഫ് നമുക്ക് എപ്പോഴും കാണാം. എ ആൻഡ് ബി എന്ന രണ്ട് ക്യാരക്ടർ എടുത്താലും അതിൽ ഒരാൾ ഫുൾ ഡിഫിക്കൽട്ടീസിനെ മാത്രം ഫേസ് ചെയ്യുന്ന ആളായിരുന്നു. നമ്മുടെ ഹീറോ എപ്പോഴും ഡിഫിക്കൽട്ടീസ്,
ആക്സിഡന്റ് ആവുമ്പോൾ ഹീറോ ആക്സിഡന്റ് ആവുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, നമുക്ക് കാണിക്കുന്നുള്ളൂ, നമ്മൾ കാണുന്നുള്ളൂ. സോ അവിടെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഡിഫിക്കൽട്ടീസിനെ ഫേസ് ചെയ്യുന്ന ഒരു ഹീറോ എന്ന് പറയുന്ന ക്രിസന്റോ. അപ്പൊ ഓതർ എങ്ങനെയാണ് അവരെ ചിത്രീകരിക്കുക, അവരെ എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്യുക, ഒരു റൈറ്റർ എങ്ങനെയാണ് ഇങ്ങനെ എ ആൻഡ് ബിയിലുള്ള എ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസിനെ പിക്ചറൈസ് ചെയ്യുമ്പോൾ ഹി വിൽ പുട്ട് എ പീസ് ഫ്രം ഹിസ് എക്സ്പീരിയൻസ്. അതിനകത്ത് ചില താൻ നേരിട്ട തമാശകൾ, താൻ എവിടെയെങ്കിലും കണ്ടു മറന്ന തമാശകളായിരിക്കാം, ഫണ്ണായിരിക്കാം, താൻ എവിടെയും കണ്ട ഇൻസിഡൻസിന്റെ ബേസ് ആയിരിക്കാം, താൻ എവിടെയെങ്കിലും അനുഭവിച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇതൊന്ന് ഈ പീസസ് ഒക്കെ ഹി വിൽ ട്രൈ ടു ഇൻക്ലൂഡ് ഇൻ ഇറ്റ്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, വാട്ട് ദ പേഴ്സണൽ പ്രോബ്ലംസ് ഓഫ് ദ റൈറ്ററുടെ പേഴ്സണൽ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണെന്ന്. ലോക്കലൈസിങ്, കാനലൈസിങ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, തന്റെ എക്സ്പീരിയൻസിന്റെ കണ്ട എക്സ്പീരിയൻസിനെ കേട്ടതും കണ്ടതും അറിഞ്ഞതുമായ പല എക്സ്പീരിയൻസുകളും ഹി വിൽ ട്രൈ ടു ഇൻക്ലൂഡ് ഇൻ ദിസ് പീസ് ഓഫ് റൈറ്റിംഗ്. എ ബി എന്ന ക്യാരക്ടറിൽ ഒരു ക്യാരക്ടർ ഡിഫിക്കൽട്ടീസ് മാത്രം ഫേസ് ചെയ്യുന്നുണ്ട്, താൻ ഇതിന് മുന്നേ അനുഭവിച്ച ഡിഫിക്കൽട്ടീസിന്റെ ഏതെങ്കിലും ഒക്കെ ഇൻസിഡൻസിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഹി വിൽ റൈറ്റ് സംതിങ്. ആൻഡ് സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ റൈറ്ററിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല എന്നർത്ഥം. ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന, ഇങ്ങനെ പല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ആളുകൾ, നമ്മൾ ഒരു ലോകത്തിലുള്ള എല്ലാ ഡിഫിക്കൽട്ടീസും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ സീരിയസ്നെസ് അറിയണമെന്നില്ല. പലരും ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസിന് അതിൽ എഴുതിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടീസിന് വരെ നിങ്ങൾ ഹാപ്പിനെസ് എടുത്തോളൂ. അപ്പോഴും അതിനെ കമ്പയർ ചെയ്യേണ്ടത് അതിന്റെ പീക്ക് പ്രസന്റിലേക്ക് കൊണ്ടുവരാൻ, അതിന്റെ പീക്കിലേക്ക് കൊണ്ടുവരാൻ, ആ ഒരു വിഷയത്തിനെ പറഞ്ഞ് പീക്കിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ തമിഴ് ഫിലിംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഹീറോയിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ അതിന്റെ ഒരു പാഷൻ, ഒരു മാഡ്നെസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഹീറോയിൻ, രജനീകാന്തിന്റെ ഒക്കെ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മാഡ്നെസ്സിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമ്മൾ നാച്ചുറലി ഒരു നോർമൽ ലൈഫിലൂടെ വ്യൂ ചെയ്താൽ നമുക്ക് അതിന്റെ സീരിയസ്നെസ്, അതിന്റെ പിന്നിലുള്ള ആർട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, ആസ്വദിക്കാൻ പറ്റില്ല. ഒരു രജനീകാന്തിന്റെ ഫിലിംസിനെ എൻജോയ് ചെയ്യുന്നവരും ഉണ്ട്, ഇത് എന്ത് പൊട്ടത്തരാണ് ഈ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ഗ്ലാസ് ഇടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ഒരു ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാടാൻ പറ്റുമോ എന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പൊ അതിന്റെ പിന്നിലുള്ള ആർട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ പീക്ക്നെസ് മനസ്സിലാക്കണം. ഒരു ക്യാരക്ടറെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് പീക്ക്നെസ്സിലേക്കും, അതിന്റെ എല്ലാ കൺസെപ്റ്റുകളും, അതിൽ എന്തൊക്കെ സാധ്യതകളുണ്ടോ, പോസിബിലിറ്റീസ് ഉണ്ടോ, അതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ എ എന്ന ക്യാരക്ടറിനെ ഹൈ ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ തിരിച്ച് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ക്യാരക്ടർ ആണെങ്കിൽ അതിന്റെ എല്ലാ പീക്ക്നെസ്സിനും ഫില്ല് ചെയ്തിട്ട് ആ ക്യാരക്ടറിനെ ഹൈ ലെവലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആർട്ട് മനസ്സിലാക്കണം. ഇതിലെല്ലാം ഒരു നറേറ്റർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് തന്നെ ആയിരിക്കണമെന്നില്ല. ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ വ്യൂവിൽ തന്നെ എടുത്താലേ അതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ രജനീകാന്ത് ഫാൻസ് ഉണ്ട്, ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ രജനീകാന്തിന്റെ മാത്രം സ്കില്ല് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിന്റെ പിന്നിൽ എഴുതിയിരിക്കുന്ന സ്റ്റോറി റൈറ്ററുടെ കോൺട്രിബ്യൂഷൻ ആണെന്ന് അറിയുന്നവരുണ്ട്. അതിന്റെ പിന്നിലുള്ള വർക്ക്, അതിനെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ റൈറ്റർ മനസ്സിൽ വിചാരിച്ച വിഷയം ആക്ടറിലൂടെ ആക്ട് ചെയ്ത് ക്യാമറയ്ക്ക് മുന്നിൽ അതിനെ പ്രസന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള ആർട്ട് മനസ്സിലാക്കി എൻജോയ് ചെയ്യുന്നവരുമുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെയൊക്കെ ആർട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് നമുക്കതൊന്നും ആസ്വദിക്കാനേ പറ്റുന്നില്ലെങ്കിൽ ആ വ്യൂവിൽ നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല, ആ ലെവലിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ്. Then contrast and comparison, balance, repetition, disclosure, reversal, contraction, expansion, magnification, series and so on. ഇങ്ങനെ എന്തൊക്കെ വിധത്തിലാണ് feeling for such arrangements of subject matter as produced crescendo, ആ ഒരു പീക്ക്നെസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ വിഷയങ്ങളായിരിക്കും അതിനകത്തേക്ക് കൊണ്ടുവരിക. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ, കമ്പയർ ചെയ്യുന്ന ബാലൻസിങ്, അതൊരു ഹീറോ ആയിരിക്കും ആസ് വെൽ ആസ് ഒരു ഫാമിലി മാൻ ആയിരിക്കും, അതിനെ ബാലൻസ് ചെയ്യുന്ന കഥാപാത്രമായിരിക്കും, റിപ്പീറ്റേഷൻ ആയിരിക്കും, ചില വിഷയങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട്, ഫിലിംസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില ഡയലോഗ്സ് ഒക്കെ കേട്ടപ്പോൾ റിപ്പീറ്റേഷൻ ആയിരിക്കും. അട്രാക്ട് ചെയ്യാൻ വേണ്ടി അതിനെ പീക്ക്നെസ് ആയാലേ അതിന്റെ എ എന്ന ക്യാരക്ടറിന്റെ പീക്ക്നെസ്സിലേക്ക് കൊണ്ടുപോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിഫിക്കൽട്ടീസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. എ എന്ന ക്യാരക്ടറിന്റെ മാക്സിമം ഡിഫിക്കൽട്ടീസ് എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഞാൻ നമുക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ ഫിലിംസിലുള്ള ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഇങ്ങനെ അതിന്റെ പീക്കിലേക്ക് എത്താൻ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ബാലൻസിങ് ആണെങ്കിൽ, റിപ്പീറ്റേഷൻ ആണെങ്കിൽ, ഡിസ്ക്ലോഷർ ആണെങ്കിൽ, റിവേഴ്സൽ ആണെങ്കിൽ, കോൺട്രാക്ഷൻ, എക്സ്പാൻഷൻ, അങ്ങനെ പല വേർഡുകൾ പറഞ്ഞിട്ടുണ്ട്. കമ്പാരിസണും കോൺട്രാസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഡിഫറെന്റ് ലെവലിലുള്ള വിഷയങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പല വിഷയങ്ങളെ കമ്പയർ ചെയ്തിട്ടായിരിക്കും. ആൻഡ് സീരീസ് ആൻഡ് സോ ഓൺ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അവിടെ നിർത്തുന്നില്ല, സീരീസ്, അങ്ങനെ കണ്ടിന്യൂഷൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താല് ആ ഒരു പാഷൻ ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാധാരണ ഒരു റൈറ്റർ എഴുതുന്ന, സാധാരണ ഒരു റീഡർക്ക്
ഈ ഒരു ഹൈ ലെവൽ, ഈ ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിൾ മാറ്റേഴ്സ് തന്നെ ആയിരിക്കാം. ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുപ്പീരിയർ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളിൽ തന്നെ ഒരു പോയിന്റിലേക്ക് തന്നെ പല വിഷയങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിടുമ്പോഴാണ്, പല വിഷയങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. തന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എടുത്ത ഒരു ഡിഫിക്കൽട്ടീസ് എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. തന്റെ എക്സ്പീരിയൻസിലെ ഡിഫിക്കൽട്ടീസ്, താൻ കേട്ട ഡിഫിക്കൽട്ടീസ്, അയാൾ അനുഭവിക്കുന്ന ഇമാജിനേഷനിലുള്ള ഡിഫിക്കൽട്ടീസ് എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അയാളെ പീക്കിലെത്തി, ഡിഫിക്കൽട്ടീസിന്റെ പീക്ക് ക്യാരക്ടറാക്കി അവിടെ വെച്ചിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു തിങ്ക് സൈക്കോളജിക്കൽ വ്യൂവിൽ തന്നെ മനസ്സിലാക്കും. സൈക്കോളജിക്കൽ വ്യൂവിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മോറൽ കിട്ടുമോ എന്ന് ചോദിക്കുന്ന പോലെ സൈക്കോളജിക്കൽ വ്യൂവിൽ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ അതിനൊരു ആൻസർ പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു സൈക്കോളജിക്കൽ വ്യൂവിൽ എടുത്ത് അതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രജനീകാന്തിന്റെ ഈ ഒരു അട്രാക്ഷനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് ഫോർ ഫൺ, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനെ മനസ്സിലാക്കിയതിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതിന്റെ പീക്ക്നെസ്സിനെ മനസ്സിലാക്കിയതിന്റെ സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. ആൻഡ് may be looked upon a minor division of two major forms, unity and diversity. In any case, both unity and diversity will found intermingling in any example of such forms. Unity and diversity. രണ്ട് intermingling, നേരത്തെ കോൺട്രാസ്റ്റും കമ്പാരിസണും പറഞ്ഞില്ലേ? കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാം. കോൺട്രാസ്റ്റ് ഉള്ള രണ്ട് കളേഴ്സ് ഒരേ സാരിയിൽ കൊടുക്കുക എന്ന് പറയുന്ന പോലെ അതൊരു അട്രാക്ഷൻ ആണ്. അതുപോലെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ഡിവൈഡഡ് ആയി കിടക്കുന്ന പല വിഷയങ്ങൾക്കുള്ളിൽ ഒരു യൂണിറ്റി കൊണ്ടുവരിക. ഡിഫിക്കൽട്ടീസിന്റെ പ്രശ്നങ്ങളെല്ലാം പല ഡിഫിക്കൽട്ടീസ് ആണ്. ഡിഫിക്കൽട്ടി എന്നുള്ള തീം, ക്യാരക്ടറിന് ഡിഫിക്കൽട്ടി ആണ് റോൾ. അയാൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ആണ് കഥ മുഴുവൻ, സിനിമ മുഴുവൻ അയാൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടിയാണ്. അപ്പൊ അതിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ്, ആക്സിഡന്റ് ആയിരിക്കും, ഒരു ഭാഗത്ത് അസുഖമായിരിക്കും, ഒരു ഭാഗത്ത് പഠിക്കാൻ പൈസ ഇല്ലാത്ത ഒരാളായിരിക്കും, ഒരു ഭാഗത്ത് മക്കള് പ്രശ്നമുള്ള ആളായിരിക്കും, ഒരാൾ ആരും നോക്കാത്ത, ഇങ്ങനെ എല്ലാ ഡിഫിക്കൽട്ടീസിന്റെ എന്തൊക്കെ സൈഡ് ഉണ്ടോ ആ ഡൈവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഒരു പോയിന്റിലേക്ക് യുണൈറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നർത്ഥം. But the emotions cannot enjoy these forms or laws naturally, since are merely the conditions of emotional response, except in their concreteness. Then incorporation in their specification or individuation. Statement can be made clear by comparing and contrasting it with doctrines of Plato. So ഇതിൽ നിന്ന് നമ്മൾ കമ്പാരിസണും കോൺട്രാസ്റ്റിംഗ് തമ്മിൽ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. പ്ലാറ്റോന്റെ physical or sensuous beauty is valuable in so far as it given us glimpses of divine beauty. അപ്പോൾ ഒരു ഫിസിക്കൽ or sensuous beauty, നമുക്ക് ഫിസിക്കലി ഒരു ബ്യൂട്ടിയെ നമുക്ക് ഫിസിക്കലി കാണുക എന്നൊരു കൺസെപ്റ്റിൽ നിന്നും ഡിവൈൻ ബ്യൂട്ടി എന്നൊരു കൺസെപ്റ്റിലേക്ക് ചിന്തിച്ച് നോക്കുക എന്നർത്ഥം. ഡിവൈൻ ബ്യൂട്ടിയും ഫിസിക്കൽ ബ്യൂട്ടിയും തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പോൾ ഹെവനും എർത്തും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുന്നത് പോലെ, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിനെ കമ്പയർ ചെയ്യുന്നതിൽ മനസ്സിലാക്കുന്നത് പോലെ, ഫിസിക്കൽ ബ്യൂട്ടിയും ഡിവൈൻ ബ്യൂട്ടിയും തമ്മിലുള്ള സെൻസ് മനസ്സിലാക്കുന്നത് പോലെ, അങ്ങനെ ചില വിഷയങ്ങൾ ഒരു ഡിവൈൻ ബ്യൂട്ടി ആയിരിക്കും, ഒരു ഫിസിക്കൽ ബ്യൂട്ടി ആയിട്ടുള്ളവരുടെ ആയിരിക്കും. ചില സിനിമയിൽ ചില ക്യാരക്ടേഴ്സിന് ഒരു ഫിസിക്കൽ ബ്യൂട്ടിയിലൂടെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് ഡിവൈൻ ബ്യൂട്ടി, കാണാൻ ബ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ഡിവൈൻ ബ്യൂട്ടി എന്ന് പറയുന്നത് പറയുന്നതിനപ്പുറം, വേർഡ്സിനപ്പുറം ക്യാരക്ടർ ആയിരിക്കാം, അത് ചെയ്യുന്ന റോൾ ആയിരിക്കാം, അയാൾ പറയുന്ന അതായത് വിഷയമായിരിക്കാം, അയാളുടെ റോൾ ആയിരിക്കും, അയാളുടെ ഏജ് ആയിരിക്കാം അയാളുടെ ഡിവൈൻ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളൊരു ഒരു സ്റ്റോറിയിൽ രണ്ട് ചെറിയ ബോയ്സ് ഡെയിലി എന്നും സെയിൽ ചെയ്യുന്ന ഒരു സെയിൽസ്, എന്തോ ഒരു സാധനം സെയിൽ ചെയ്യുന്ന, ഒരു ഫ്രൂട്ട് സെയിൽ ചെയ്യുന്ന രണ്ട് ബോയ്സിനെ മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി പഠിച്ചിട്ടില്ലേ? അവരെന്നും അവരെ കാണുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ട് തോന്നിയിട്ട് അവരോട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മുടെ നറേറ്റർ ഓതർ അവരുടെ പിന്നാലെ അവരുടെ സ്റ്റോറി എന്താണെന്ന് പഠിക്കാനായിട്ട് പോയപ്പോൾ അവർക്ക് ഒരു വലിയ ബേർഡൻ അവരുടെ പിന്നിലുണ്ട്. അവരുടെ സിസ്റ്റർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കുട്ടികളും ഈ പ്രായത്തിൽ ഇങ്ങനെ സെയിൽ ചെയ്തത്. അപ്പൊ സെയിൽ മാർക്കറ്റിംഗ് ലെവലിൽ അവർ വളരെ ഫണ്ണി ആയിട്ട് അതിൽ പോകുന്ന കാറുകളും വഴിയിൽ കാണുന്ന ആളുകളെയൊക്കെ അത്രയും ഫണ്ണി ആയിട്ടായിരുന്നു ആ മാർക്കറ്റിംഗ് ലെവൽ അവർ എക്സ്പ്രസ് ചെയ്തിരുന്നത്. അവരുടെ മൈൻഡിലുള്ള മാർക്കറ്റ് അവർ കാണുമ്പോൾ അവരൊരു ജസ്റ്റ് ഫോർ എൻജോയ്മെന്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ഫണ്ടിന് വേണ്ടിയിട്ട് അവരിങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നതാണെന്നൊരു ഒരു യാത്രക്കാരന് തോന്നുന്ന ഒരു ഫീലിംഗ് അതായിരിക്കും, അവരെ കാണുമ്പോൾ തോന്നുന്ന ഫീലിംഗ് അതായിരിക്കും. അപ്പോൾ ഏതോ ഒരാൾക്ക് മാത്രമാണ്, നമ്മളുടെ ഓതർ തന്നെയാണ്, നമ്മളുടെ നറേറ്റർ തന്നെയായിരുന്നു, ഈ സ്റ്റോറിയുടെ പേരും ഓതറും ഓർമ്മയില്ല, നറേറ്റർ തന്നെയായിരുന്നു. ആ രണ്ട് കുട്ടികളുടെ ബിഹൈൻഡ് സ്റ്റോറി എന്താണെന്ന് പഠിക്കണമെന്നൊരു കൗതുകം തോന്നിയത് കൊണ്ട് ഹി വെന്റ് ബിഹൈൻഡ് ദം. അവരുടെ പിന്നിലേക്ക് പോയപ്പോൾ അവരിങ്ങനെ ഹിൽസ് ഒക്കെ കടന്ന് വളരെ ദൂരത്തേക്കാണ് നടന്നു പോകുന്നതാണ്. അവരുടെ പിന്നിലേക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദേ വെന്റ് ടു എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതായിട്ടാണ് കണ്ടത്. അവിടെ എത്തി അവരോടൊക്കെ അന്വേഷിച്ചു. അവിടെ എല്ലാവർക്കും അവരെ പരിചയമുള്ള ആളായിരുന്നു. ഈ രണ്ട് കുട്ടികളെ അവിടെ എല്ലാവർക്കും പരിചയമാണ്. അപ്പൊ അവിടുത്തെ ആരോട് ചോദിച്ചാലും ഈ കുട്ടികളെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ നേഴ്സ് തന്നെയാണ് നമ്മുടെ ഓതർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് ഈ രണ്ട് കുട്ടികളെ കുറിച്ച്. ഒരു കുറച്ച് വർഷം 2-3 വർഷങ്ങളായി ഇങ്ങനെ അവർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ ഡെയിലി ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സിസ്റ്ററുടെ എക്സ്പെൻസിന് വേണ്ടി, ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസിന് വേണ്ടി ചെലവാക്കുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ
രണ്ട് ഡിഫറെന്റ് വ്യൂ. ഡിവൈൻ ബ്യൂട്ടി എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ ആ ഫണ്ണി ക്യാരക്ടർ, അവരുടെ ഒരു ഭാഗത്തുള്ള അവരുടെ റോൾ എന്ന് പറയുന്നത് ആ ഫണ്ണി ക്യാരക്ടർ, അവരുടെ ഹൈ സീരിയസ്നെസ് ഉള്ള റോൾ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ്. ആ രണ്ടും തമ്മിലൊരു കോൺട്രാസ്റ്റ്, തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്ക് സ്റ്റോറിയിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ബ്യൂട്ടി അല്ല, കുട്ടികളെ കാണാൻ ഭംഗിയുണ്ടെന്നോ അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്നോ അവരുപയോഗിച്ച വാക്കുകൾ നന്നായിരുന്നോ ആ ബ്യൂട്ടിയെ കുറിച്ച്, അല്ലെങ്കിൽ ഫിസിക്കൽ ബ്യൂട്ടിയെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ ഡിവൈൻ ബ്യൂട്ടി, അവരുടെ ക്യാരക്ടർ, അവരുടെ മൈൻഡ്, അവരെത്ര തന്റെ ഏജിലുള്ള എല്ലാ, അതിലും ആ സ്റ്റോറിയിൽ തന്നെ പറയുന്നുണ്ട്, തന്റെ ഏജിലുള്ള എല്ലാ ഫൺ ആൻഡ് എൻജോയ്മെന്റ്സിനെയൊക്കെ അവര് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ദേ ആർ ഡൂയിങ് ദിസ് ജോബ്. 9 years old 12 years old എന്തോ ആണ് സ്റ്റോറിയിൽ. 12 years old ഒരു സ്റ്റുഡന്റിന് വേണ്ട, ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ എൻജോയ്മെന്റ്സ് ഫണ്ടിനെയൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ദേ ആർ ഡൂയിങ് ദിസ് മാർക്കറ്റിംഗ് ജോബ്. ഈ ഒരു ചെറിയ സാധനം സെയിൽ ചെയ്യുന്ന ഒരു ജോബ് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ സാധാരണ ഒരു സ്റ്റോറി വായിക്കുന്ന ഒരു കൺസെപ്റ്റ്, സൈക്കോളജിക്കൽ വ്യൂ ഒന്നും ഇല്ലാതെ അതിൽ നിന്നൊരു മോറൽ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടാവുന്ന ഒരു ഹെൽപ്പ് കൊടുക്കാം. ഒരു മോറലിസ്റ്റിക് വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ, സൈക്കോളജിക്കൽ വ്യൂവിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡിവൈൻ ബ്യൂട്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സ്റ്റോറിയിൽ ആ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഡിവൈൻ ബ്യൂട്ടിയാണ് മനസ്സിലാക്കുക. ഫിസിക്കൽ ബ്യൂട്ടിയെ കുറിച്ച് അവിടെ ഒന്നും പറയുന്നില്ല, അവിടെ ഡിവൈൻ ബ്യൂട്ടി. മാർക്കറ്റിംഗ് ലെവലിന്റെ ഒരു ഫണ്ടിനെ കുറിച്ച് പോലെ അവിടെ കൂടുതലൊന്നും സ്റ്റോറിയിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. മാർക്കറ്റിംഗ് വളരെ ഫണ്ണി ആയിട്ട് ഇന്ന വേർഡ്സ് ഒക്കെയാണ് പറയുന്നതെന്നൊന്നും ആ സ്റ്റോറിയിൽ പറയുന്നില്ല. അവർ നല്ല ഫണ്ണി ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു, വരുന്നവരൊക്കെ ആ ഒരു സാധനം വേണ്ടെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു വേർഡ് ക്യാരക്ടർ, വാക്ചാതുരി അവർക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ ഫണ്ണി ഉള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊന്നും സ്റ്റോറിയിൽ പറയുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ സൈക്കോളജിക്കൽ വ്യൂവിൽ സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിവൈൻ ബ്യൂട്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലെ ആ ഒരു ഇന്നർ പോയിന്റ്, അതിന്റെ മാക്സിമം ആ ക്യാരക്ടറിന് കൊടുക്കേണ്ട മാക്സിമം പോയിന്റ് അവിടെ കൊടുക്കും. മേ ബി ഇത് നറേറ്ററുടെ എക്സ്പീരിയൻസ് ആയിരിക്കും, എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ആയിരിക്കും, അയാൾ തന്നെ അനുഭവിച്ച സ്റ്റോറി ആയിരിക്കും, ആ കഥ എഴുതിയ ആള് തന്നെ അനുഭവിച്ച സ്റ്റോറി രണ്ട് ബോയ്സിലൂടെ കൺസെപ്റ്റ് കൊണ്ടുവന്നതായിരിക്കും. ഹി വോണ്ട് ടു എക്സ്പ്രസ് ഹിസ് ഫീലിംഗ്സ്. അങ്ങനെ ഞാൻ തന്റെ ഇതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് സാക്രിഫൈസ് ചെയ്ത് ഒരു ലൈഫ് താൻ ജീവിച്ചത് എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ട് ഈ ജസ്റ്റ് റോട്ട് ആൻഡ് ഇറ്റ്, അതൊരു സ്റ്റോറി ആക്കി എഴുതി, അത്രേ ഉള്ളൂ. അതിൽ നിന്ന് സൈക്കോളജിക്കൽ വ്യൂ എന്ന് പറയുന്ന ഡിവൈൻ ബ്യൂട്ടിയെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കണമെന്നൊന്നും അതിൽ മോറലൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു മോറലൊന്നും നമുക്ക് കിട്ടാനില്ല. അതിന്റെ ഡിവൈൻ ബ്യൂട്ടിയെ മനസ്സിലാക്കുക, അത്ര മാത്രമേ അതിൽ പറയാനുള്ളൂ. So say that an object is good in that it reflects the divine idea or archetype. ഒരു കൺസെപ്റ്റ് നല്ലതാണെന്ന് നമുക്ക് പറയണമെങ്കിൽ ഡിവൈൻ, അതിന് പിന്നിലുള്ള ഡിവൈൻ ഐഡിയയുടെ റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഗുഡ് എന്ന വേർഡിൻ, ദിസ് പീസ് ഓഫ് ലിറ്ററേച്ചർ ഇസ് ഗുഡ് എന്ന് ഇഫ് യു ക്യാൻ സേ പറയണമെങ്കിൽ അതിനുള്ളിലുള്ള ഗുഡ്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. വെറുതെ സിമ്പിൾ ആയിട്ട് ആ വായിക്കാൻ നല്ല രസമുണ്ടെന്ന് പറയുന്നത് ജസ്റ്റ് ഗുഡ്. ഈ കവിത വായിക്കുമ്പോൾ നല്ല രസമുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്, അതിന്റെ വാക്കുകളുടെ അറേഞ്ച്മെന്റ്സും, പാടുന്ന ഒരു പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്ന നല്ല പാട്ട് എന്ന് പറയുമ്പോൾ ഗുഡ് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുള്ളിലുള്ള ഗുഡ്നെസ് മനസ്സിലാക്കുമ്പോഴാണ് പാട്ട് നല്ലതാണെന്ന് പറയുന്നതിന്റെ മീനിങ് ആയിട്ടുള്ള ഒരു സെന്റൻസ് എന്ന്. ഗുഡ്നെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈൻസ് എന്താണ്, ആ ലൈൻ ആരുടെ ഫീലിങ്സ് ആണ്, അത് എങ്ങനെ ഫീൽ ചെയ്ത് എഴുതിയിരിക്കുന്നു, അത് ഫീലിംഗ് എങ്ങനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു, ആ പാട്ട് പാടുന്ന പാട്ടുകാരിയുടെ വേർഡ്സിലൂടെ അത് എങ്ങനെ എക്സ്പ്രഷൻസ് കൊണ്ടുവരുന്നു, ഫേസിലുള്ള എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഗുഡ്നെസ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഗുഡ് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും, ദിസ് ഇസ് ഗുഡ് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. അതിനുള്ളിലുള്ള ഗുഡ്നെസ് മനസ്സിലാക്കുമ്പോഴാണ് റിയൽ ഗുഡ് എന്നുള്ള ഒപ്പീനിയൻ നമുക്ക് പറയാൻ റൈറ്റ്സ് ഉള്ളത്. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് റിയൽ ഗുഡ്. ഇതേ തന്നെ ബാഡ്, ഒരാൾ ചെയ്യുന്ന കാര്യം തെറ്റ് എന്ന് പറയാൻ നമുക്ക് റൈറ്റ്സ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ എല്ലാം ബാക്ക്വേർഡ്, അതിന്റെ ആർട്ട് ഓഫ് പ്രസന്റേഷൻ, അത് ബാഡ് എന്ന് പറയണമെങ്കിൽ, എടുത്ത ഇത് നന്നായിട്ടില്ല എന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള വർക്ക് എന്താണെന്ന് മനസ്സിലാവണം. ആ പീസ് ഓഫ് ഇത് എന്താണ്, നമ്മൾ എന്തിനെയാണ് എക്സ്പ്രസ് ചെയ്തതെന്ന് മനസ്സിലാക്കണം, എന്തുകൊണ്ട് അതിന്റെ പിന്നിൽ അങ്ങനെ നടന്നു എന്ന് മനസ്സിലാക്കിയാലേ ദിസ് ഇസ് റോങ് എന്ന് പറയാനുള്ള റൈറ്റ്സ് നമുക്കുള്ളൂ. ആ റോങ് എന്ന് പറയണമെങ്കിൽ ഗുഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഡിഫിക്കൽട്ടാണ്. റോങ് എന്ന് പറയാനുള്ള റൈറ്റ്സ്, നമ്മൾ ഒരു ക്രിട്ടിസൈസർക്ക് മറ്റൊരാൾ റോങ് എന്ന് പറയണമെങ്കിൽ ആ റോങ്നെസ് എന്താണെന്ന്, അതിനുള്ളിലുള്ള മിസ്റ്റേക്ക് എന്താണ്, ആ മിസ്റ്റേക്ക് മാത്രം മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിനുള്ള ഗുഡ് മാത്രം മനസ്സിലാക്കുക. പാട്ട് കേൾക്കുമ്പോൾ ഈണം മാത്രം കേൾക്കാൻ നല്ല എളുപ്പമാണ്. അതിനുള്ളിലുള്ള വരികളിൽ ഉണ്ടാക്കിയ ഭംഗി, അത് എഴുതിയ ആളുടെ കൺസെപ്റ്റ്, എഴുതിയത് എന്തിനെ കുറിച്ചാണ്, എന്ത് ഉപയോഗിച്ചാണ് എഴുതിയത്, എന്തൊക്കെ വേർഡ്സ്, അതിന്റെയൊക്കെ കറക്റ്റ് മീനിങ്, അതിന്റെ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നിട്ടും നമുക്ക് ബാഡ് എന്ന് പറയാൻ പറ്റുന്നുവെങ്കിൽ യു ക്യാൻ റിയലൈസ് സംതിങ് ഫ്രം ദാറ്റ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സംതിങ്, നമ്മൾ അതിൽ മനസ്സിലാക്കുന്നു. നമുക്ക് അതിൽ ബാഡ് എന്ന് നമുക്ക് പറയാൻ അപ്പോഴും റൈറ്റ്സ് ഇല്ല. അവിടെ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്, ഒരാളുടെ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ചില കറക്ഷൻസും അല്ല, ചില സജഷൻസ് മാത്രമേ ഒരു ക്രിട്ടിസൈസറിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ ഈ പാട്ടിൽ ഈ വാക്കിന് പകരം ഈ വാക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നൊരു ക്രിട്ടിസൈസർക്ക് ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ
സാധാരണ ലൈഫിൽ കാണുന്ന തെറ്റുകൾ, മറ്റുള്ളവരുടെയൊക്കെ തെറ്റുകൾ വിളിച്ചു പറയുന്നില്ലേ, മറ്റുള്ളവർ കാണുന്ന മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ഗ്രേറ്റ് എന്ന അർത്ഥമില്ല. അവിടെ ഗ്രേറ്റ് മിസ്റ്റേക്സുകൾ, പുറത്ത് കാണുന്ന മിസ്റ്റേക്സ് നമുക്ക് കാണാൻ വളരെ എളുപ്പമാണ്. അതിന്റെ പിന്നിലുള്ള റീസൺ എന്നാണ് ആ മിസ്റ്റേക്ക് ചെയ്തത്, എന്തുകൊണ്ടാണ് അന്ന് ആ മിസ്റ്റേക്ക് പറ്റിയത്, അവരുടെ പിന്നിലുള്ള പ്രശ്നം എന്തായിരുന്നു, അവരുടെ പിന്നിലുള്ള കൺസെപ്റ്റ് എന്തായിരുന്നു, എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ ചെയ്യാൻ കാരണമായത്, അവർക്ക് അബദ്ധം പറ്റാനുണ്ടായ കാരണം എന്തെന്നുള്ള എല്ലാം ചിന്തിച്ചു കഴിഞ്ഞിട്ട് അഗെയിൻ യു ആർ റോങ് എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, യു ആർ എ ഗുഡ് ക്രിട്ടിസൈസ്. പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗുഡ്. അതിനും നിങ്ങൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ എ ഗുഡ് ക്രിട്ടിസൈസ്. അതിനൊരു സജഷൻ പറയാൻ പറ്റുന്നെങ്കിൽ യു ആർ എ ഗുഡ് ക്രിട്ടിസൈസർ. അപ്പൊ ക്രിട്ടിസൈസർ ആവണമെങ്കിൽ അതിന്റെ ഡീപ്പ് നമ്മൾ എങ്ങനെയാണ് ഒരു റൈറ്റിംഗ് ലിറ്ററേച്ചർ പീസ് എഴുതുന്നതിന്റെ പാഷനിലേക്ക്, അൺകോൺഷ്യസ് ലെവലിലേക്ക് എങ്ങനെയാണോ പോയത്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിലും അതിന്റെ ആ പാഷൻ ലെവൽ വരേക്കും, അതിന്റെ അൺകോൺഷ്യസ് ലെവൽ വരേക്കും പോയിട്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാൻ. ഇതില് വേറൊരു പോയിന്റ് പറയുന്നത് ഡിവൈൻ ഐഡിയയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. Object is good in that it reflects the divine idea or archetype of goodness, according to the novelist, and the mistake of hyperstation, mistaking linguistic convenience for a metaphysical reality. Linguistic convenience എന്ന് പറയുന്നത് പറഞ്ഞതിന്റെ പൊരുൾ എന്ന് പറയില്ലേ, പറഞ്ഞത് മനസ്സിലാവും, പറഞ്ഞതിന്റെ പൊരുൾ ചിലപ്പോൾ മനസ്സിലാവില്ല. പറഞ്ഞത് നമുക്ക് മനസ്സിലാവാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. പറഞ്ഞതിന്റെ പൊരുൾ എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ ഈ വാക്ക് പറഞ്ഞത്, എന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല. ലിംഗ്വിസ്റ്റിക് കൺവീനിയൻസ് ഉണ്ടാവും, പറഞ്ഞതിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടും. വേർഡ് ഗുഡ് ഫോർ ഓൾ ദീസ് ആസ്പെക്ട്സ് ഓഫ് അപ്പീൽ. ഇപ്പൊ ഗുഡും ഗുഡ്നെസ്സും തമ്മിലൊരു കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ. ഗുഡ് എന്നുള്ളതും ഗുഡ്നെസ്, അതിനകത്തുള്ള ഗുഡ്നെസ്സിനെ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ഗുഡ് എന്നുള്ള വേർഡ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. ആൻഡ് കുറെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് ഗുഡ്നെസ്സിനെ. they see no need of going from the particular to the universal. ഗുഡ്നെസ്സിനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു പെന്ന് നന്നായിട്ട് എഴുതുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഈ പെന്നിനെ യൂണിവേഴ്സലി കമ്പയർ ചെയ്യണമെന്നൊന്നുമില്ല. ഇതിലും നന്നായി എഴുതുന്ന പെന്നുകൾ ഉണ്ടാവാം. ഈ പെന്ന് നന്നായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ, ഈ പെന്ന് നന്നായി എഴുതുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ഇതിലും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പെന്നുണ്ട്, ഇതിലും നന്നായി എഴുതുന്ന പെന്നുകൾ യൂണിവേഴ്സലി നമുക്ക് അവൈലബിൾ ആണ്. അതിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇതിനെ ഗുഡ് പറയണമെന്ന് മീൻ ചെയ്യുന്നില്ല. അതിന്റെ മീനിങ് അതാണ്. പർട്ടിക്കുലർ, നോ നീഡ് ഫോർ ഗോയിങ് ഫ്രം ദ പർട്ടിക്കുലർ ടു ദ യൂണിവേഴ്സൽ. ഗുഡ് എന്ന് പറയണമെങ്കിൽ ആ പർട്ടിക്കുലറിൽ നിന്ന് യൂണിവേഴ്സലിലേക്ക് പോകലല്ല. And they might rather define goodness as a complex of conditions in the human mind, body, and environment, which makes some objects through a variety of ways more appealing than others. യൂണിവേഴ്സൽ കമ്പാരിസണിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഇത് ഗുഡ് എന്ന് പറയണമെങ്കിൽ അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്ന് എനിക്ക് എക്സാം ആണ് എഴുതുന്നത്, എക്സാം എഴുതുമ്പോൾ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് എഴുതുന്നത് കൊണ്ടും അക്ഷരങ്ങൾ നല്ല ഈസി ആയിട്ട് വരുന്നത് കൊണ്ടും സ്റ്റക്ക് ഇല്ലാതെ വരുന്നതുകൊണ്ടും ഇന്നത്തെ ഈ സിറ്റുവേഷനിലേക്ക്, ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് എനിക്കിത് വളരെ ആപ്റ്റ് ആണെങ്കിൽ ദിസ് ഇസ് ഗുഡ് എന്ന് നമുക്ക് പറയാം. ഗുഡ് എന്ന് പറയണം, അതിൻ്റെ ഉള്ളിലുള്ള ഗുഡ്നെസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ പെന്നിന്റെ യൂണിവേഴ്സൽ കമ്പാരിസൺ, യൂണിവേഴ്സലി അമേരിക്കയിൽ എന്തൊക്കെ നല്ല പെൻ അവൈലബിൾ ആണ്, ഏറ്റവും വലിയ കൺട്രിയിലെ ഏറ്റവും നല്ല പെൻ ഏതാണ്, അതും ഇതും കൂടെ കമ്പയർ ചെയ്ത് ഒരിക്കലും ഗുഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ലോകത്തിൽ ഒരു സാധനത്തിനെയും നമുക്ക് ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പീസ് ഓഫ് ലിറ്ററേച്ചറിനെയും നമുക്ക് ഗുഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റൈറ്റിങ്ങിനെയും നമുക്ക് ഗുഡ് എന്ന് പറയാൻ പറ്റില്ല. ഗുഡ്നെസ് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഗുഡ്നെസ് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അതിന് യൂണിവേഴ്സൽ കമ്പാരിസൺ അല്ല, അതിന് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ്, എവിടെ നിന്നാണോ പറഞ്ഞത്, ആരാണോ പറഞ്ഞത്, എവിടെയാണോ അത് ഉപയോഗിച്ചത്, ആ ഒബ്ജക്റ്റിന്റെ യൂസ്, എൻവിറോൺമെന്റ്, സിറ്റുവേഷൻ കമ്പാരിസൺ ചെയ്യേണ്ടത് അതിനോടാണ്. ആ സിറ്റുവേഷനിൽ ദാറ്റ് ഇസ് ആപ്റ്റ്, വളരെ കറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു അല്ലെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറയുന്നതാണ് ഗുഡ് എന്ന വേർഡിന്റെ മീനിങ് എന്നർത്ഥം. ദെൻ ഇനി പറയുന്നത് when we speak of psychological universals, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സൈക്കോളജിക്കൽ വ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, we mean simply that there is inborn in germ plasma of man the potentiality of speech. ഇപ്പൊ സൈക്കോളജി അല്ലെങ്കിൽ വേണ്ട, ഒരു ലിറ്ററേച്ചർ പീസ്, ഒരു ലിറ്ററേറ്റീവ് പീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നല്ലത് ഗുഡ് എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം ദിസ് ഇസ് ഇൻബോൺ ടാലന്റ് ആണ്, അവർക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഇൻബോൺ ടാലന്റ് ആണെന്ന് പറയാം. സ്പീച്ച്, ഇങ്ങനെ സംസാരിക്കാൻ ചിലരെ നമ്മൾ പറയും ഇപ്പൊ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് അവരുടെ സ്പീച്ച്, ഇൻബോൺ ആണ്. അവരുടെ വീട്ടിൽ എല്ലാവരും അങ്ങനെയാണ്, അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ അങ്ങനെയാണ്.
അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ചിലരെങ്കിലും പറയാറില്ല. അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് മുഴുവൻ ആ ഫ്രണ്ട്സ് 3 പേരുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ ബഹളം, അവർ എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻബോൺ ജേൺ പ്ലാസ് ഓഫ് മാൻ അത് ആ പൊട്ടൻഷ്യൽ കിട്ടുന്നത് ഒരു ഇൻബോൺ ടാലന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും പലപ്പോഴും. ആക്ച്വലി ദറ്റ് ഇസ് ഇൻബോൺ ടാലന്റ് ആണോ? അങ്ങനെ ഒരു ടാലന്റ് അല്ലെങ്കിൽ റൈറ്റിംഗ് കപ്പാസിറ്റി, എഴുതുന്ന ഒരാൾ, അല്ലെങ്കിൽ കഥ എഴുതുന്ന ഒരാൾ, പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾ, അല്ലെങ്കിൽ എന്താ പറയാ നന്നായിട്ട് തമാശ പറയുന്ന ഒരാൾ, ഇതൊക്കെ ഇൻബോൺ ടാലന്റ് ആയിട്ട് നമ്മൾ വളരെ, ഇതൊന്നും ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല, ഇൻബോൺ ആയിട്ട് അവരുടെ ഉള്ളിലുള്ളതാണ്, ഇതൊക്കെ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ നമ്മൾ ചില വിഷയങ്ങളെങ്കിലും പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഇൻബോൺ ആണോ എന്ന് ചോദിച്ചാൽ, ആസ് പെർ ദ സിറ്റുവേഷൻ ദേ ആർ ചേഞ്ചിങ്, ദേ ആർ കൺവേർട്ടിങ്. സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ദേ ആർ കൺവേർട്ടിങ്. ഒരാൾ എപ്പോഴും ഡിപ്രഷനിലാണെങ്കിൽ സിറ്റുവേഷൻ മേക്സ് ഹർ, അവരെ ആ സിറ്റുവേഷൻ ആണ് അങ്ങനെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരാൾ എപ്പോഴും ഫണ്ണി ആയിട്ടിരിക്കുന്നെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള സിറ്റുവേഷൻ എല്ലാം അവർക്ക് അവൈലബിൾ, അവർക്ക് പോസിറ്റീവ് ആണ്, അവർക്ക് അനുയോജ്യമായതാണ്. അതുകൊണ്ടാണ് അവർ ആ സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ഇൻബോൺ ടാലന്റ്, പാട്ട് പാടുന്ന, ഇൻബോൺ ആയിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ഒരാൾ, ജനിക്കുമ്പോൾ തന്നെ പാട്ട് പാടാൻ കഴിവുള്ള ആണെങ്കിൽ അതിനുള്ള വീട്ടിൽ എപ്പോഴും പാട്ട് വയ്ക്കുന്ന ആളുകളായിരിക്കും. വീട്ടിൽ എല്ലാവരും പാടും, കേട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, എപ്പോഴും പാട്ടെന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ പറഞ്ഞു വിടുന്ന സിറ്റുവേഷൻ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ ഒരു സാധ്യത അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ടാലന്റ് വളരുന്നത്. ഇൻബോൺ എന്ന വേർഡിന്റെ മീനിങ് ഒരു പെർസെന്റേജ് വരെയൊക്കെ നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻബോൺ ടാലന്റ് എന്നതിനെ കൊണ്ട് ഒരു പെർസെന്റേജ് വരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ വളർത്താനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സൈക്കോളജിക്കൽ വ്യൂവിൽ എടുക്കണമെങ്കിൽ എല്ലാം ഒരു ഇൻബോൺ ടാലന്റ് ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ പോരാണ്. ചൈൽഡ് ഓഫ് എനി കൾച്ചർ വിൽ സ്പീക്ക് ദ ലാംഗ്വേജ് വിച്ച് ഇറ്റ് ഹിയർസ്. ചൈനയിലത്തെ ഒരു കുട്ടി, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കേരളത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മൺ ഫാമിലിയിൽ ജനിച്ച ഒരു കുട്ടിയെ ചൈനയിൽ കൊണ്ടുപോയി ഇട്ട് അത് പാമ്പിനെയും കഴിക്കും. ചൈനയിൽ ജനിച്ചൊരു കുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ഒരു വീട്ടിൽ വളർത്തി കൊണ്ടുവന്നാൽ ഒബ്വിയസ്ലി അത് വെജിറ്റേറിയൻ തന്നെയായി മാറും. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ നിന്ന് വന്നതാണെങ്കിൽ അത് ഒബ്വിയസ്ലി ജനിച്ച ഉടനെയാണ് കൊണ്ടുവന്നതെങ്കിൽ ഒബ്വിയസ്ലി അത് വെജിറ്റേറിയൻ മാത്രമായി മാറും. ഇതിന്റെ റീസൺ എന്താ? ആസ് പെർ ദ കൺസെപ്റ്റ് സിറ്റുവേഷൻ. നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ് അങ്ങനെയായിരുന്നു, നമ്മൾ വളർന്ന് നമ്മൾ കണ്ടത് അത് മാത്രമായിരുന്നു. വെജിറ്റേറിയൻ വെജിറ്റബിൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതിനെ കുറിച്ച് അറിയേയില്ല. ചൈന എന്നത് നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ തന്നെ പാമ്പ് തിന്നുന്നൊരു നാട് എന്ന് നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ അവിടെ തന്നെ ജനിച്ച ഒരു കുട്ടി, അവരുടെ തന്നെ ഒരു കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ ചിലപ്പോൾ കേട്ട് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ടാലൻസ്, ഇങ്ങനെ എഴുതാൻ പറ്റുന്നതൊക്കെ ഇൻബോൺ ടാലന്റ് ആണ്. ഇത് എല്ലാവർക്കും ഇങ്ങനെ എഴുതാനൊന്നും പറ്റില്ല, എല്ലാവർക്കും ഇങ്ങനെ പറയാനൊന്നും പറ്റില്ല, എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വേണ്ട. സൈക്കോളജിക്കൽ വ്യൂവിൽ നോർമൽ ഒരു റീഡർക്കും എത്താൻ പറ്റുമെന്നർത്ഥം. ഇതുപോലെ ഒരു ലാംഗ്വേജ്, ആർക്കും ഏത് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് അവിടുന്ന് ജനിക്കുമ്പോഴേ എഴുതി വിട്ടിട്ടാണോ വരുന്നത് ഇയാൾ മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ, ഇയാൾ ചൈനീസ് മാത്രമല്ല സംസാരിക്കുള്ളൂ എന്ന് അവിടുന്ന് തലയ്ക്കുള്ളിൽ എഴുതി വെച്ചിട്ടാണോ വിടുന്നത്? അല്ല, നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ചുറ്റുമുള്ളവരൊക്കെ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ അത് തന്നെ സംസാരിക്കുന്നു. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ അല്ലേ നമ്മളെ എങ്ങനെ ആക്കുന്നത്? നമുക്ക് ചുറ്റുമുള്ളതല്ലേ നമ്മളെയൊക്കെ ടാലന്റഡ് ആക്കുന്നത്? നമുക്കുള്ള ടാലൻസ് ഒക്കെ കിട്ടുന്നത് നമുക്ക് ചുറ്റുമുള്ള വിഷയങ്ങളല്ലേ? So mental equipment speaking Chinese which is different from the mental equipment speaking English. അങ്ങനെ ഡിഫറൻസ് ഉണ്ടോ? മെന്റൽ എക്യുപ്മെന്റ് ഡിഫറെന്റ് ആണോ? ചൈന സംസാരിക്കുന്നവരുടെ മെന്റൽ എക്യുപ്മെന്റ് വേറെയാണോ? ഓർഗാൻസും വേറെ ആയിരിക്കും, മൂക്കുകൊണ്ട് സംസാരിക്കുക, അങ്ങനെ ഓർഗാൻസ് വേറെ ആയിരിക്കും. മെന്റൽ എക്യുപ്മെന്റ് വേറെയാണോ? സംസാരിക്കുന്ന വിഷയങ്ങളും കൺസെപ്റ്റും ഒക്കെ വേറെ ലെവലാണോ? വേറെ ലെവലാണെങ്കിൽ എന്തുകൊണ്ട്? വൈ? അത് നമുക്കുള്ള സിറ്റുവേഷൻ, നമ്മൾ ആ സിറ്റുവേഷനിൽ പഠിച്ചു വളർന്നു, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ടാലന്റഡ് ആയി മാറുന്നു. ആ പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടാവുന്നത്. Potential according with the traditions into which the individual happens to be born. And by education, we do not mean the waking of moral or religious or social or artistic sense, but the leading of such potentialities into one specific channel. മനസ്സിലാക്കേണ്ടത് അതാണ്. ഇൻബോൺ ആയിട്ട് നമുക്ക് എല്ലാ ടാലൻസും ഉണ്ട്, കുറെ ടാലന്റുകൾ ഉണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റ് ആവുന്നതിലൂടെ നമ്മൾ റിലീജനെയോ സൊസൈറ്റിയോ ആർട്ടിനെയോ അല്ല പഠിക്കേണ്ടത്. ലീഡിങ് ഓഫ് സച്ച് പൊട്ടൻഷ്യാലിറ്റീസ്, ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യാലിറ്റി ടു വൺ സ്പെസിഫിക് ചാനൽ, നമുക്കൊരു പർട്ടിക്കുലർ ചാനലിലേക്ക്, പർട്ടിക്കുലർ ഫീൽഡിലേക്ക് നമ്മളുടെ ടാലന്റിനെ, നമ്മളുടെ പൊട്ടൻഷ്യലിനെ കൊണ്ടുവരണം എന്നാണ്. എഡ്യൂക്കേഷനിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. എഡ്യൂക്കേഷനിലൂടെ കൊണ്ടുവരേണ്ടത് അതാണെന്നർത്ഥം. നമ്മളുടെ സിറ്റുവേഷനിലൂടെ, എൻവയോൺമെന്റിലൂടെ, സർക്കംസ്റ്റാൻസസിലൂടെ നമ്മൾ കൊണ്ടുവരേണ്ടത് ആ നമ്മളുടെ പൊട്ടൻഷ്യലെ കൊണ്ടുവരേണ്ടത് ഒരു സ്പെസിഫിക് ചാനലിലേക്കാണ്. നമ്മളൊന്നും ഒരു സ്പെസിഫിക് ഒരു വൺ പോയിന്റിലേക്ക് എല്ലാ വിഷയങ്ങളും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം സ്പ്ലിറ്റ് ആയി പോകുന്നത്. പല വിഷയങ്ങളും സ്പ്ലിറ്റഡ് ആയി പോകുന്നത്. ഒരു ടൈം എന്നൊരു പോയിന്റിലേക്ക് എല്ലാം ചെയ്ത് നോക്കൂ. നമ്മൾ ടൈം ബേസ്ഡ് അല്ല, നമ്മളുടെ ഒരു ജോലിയും ടൈം ബേസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലതും പല സമയത്തും പലതും ചെയ്തു തീർക്കാൻ പറ്റാതെ. ടൈം എന്നൊരു കൺസേൺ നമുക്ക് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്നൊരു കൺസേൺ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ, നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ ഒരു പീക്ക് ലെവൽ, ഒരു
ഹൈ പോയിന്റ് ഉണ്ടാവണം, അതിലേക്ക് ആ സ്പെസിഫിക് ചാനൽ ഉണ്ടാവണം. പാട്ട് എന്നൊരു ഫീൽഡ് ഒരു ചെറിയ കുട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പാട്ട് തന്നെ ആയിരിക്കണം അവരുടെ ഫീൽഡ് ഫുൾ, അതിലേക്ക് തന്നെ പോയി നോക്കും, അവർക്ക് റിസർച്ച് ചെയ്യാം, അതിന്റെ പല വശങ്ങളെ മനസ്സിലാക്കാം, അതിന്റെ പല ആളുകളെ കുറിച്ച് മനസ്സിലാക്കാം, പല ആളുകളിൽ നിന്ന് പല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കാം, നാടൻ പാട്ടുകൾ, പല പല പാട്ടുകളുണ്ട്, പല ലാംഗ്വേജസിലുള്ള പാട്ടുകൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ അതിങ്ങനെ കടൽ പോലെ കിടക്കാണ്, ഒരു സ്പെസിഫിക് ചാനൽ തന്നെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പല ചാനൽസിലേക്ക് ഡൈവേർട്ട് ആയി കിടക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് എങ്ങനെ വർക്കാവും? നമ്മൾ ഒരു ദിവസം ഇംഗ്ലീഷ് പഠിക്കും, ബി എക്ക് ഇംഗ്ലീഷ് പഠിക്കും, എം എക്ക് ഹിസ്റ്ററി പഠിക്കും, ബി എക്ക് ഹിസ്റ്ററി പഠിക്കും, എം എക്ക് ഇംഗ്ലീഷ് പഠിക്കും. അപ്പൊ നമ്മളുടെ മൈൻഡ് എങ്ങനെ വർക്കാവും? മൈൻഡ് വർക്ക് സ്പെസിഫിക് ചാനലിലേക്ക് നമ്മൾ റൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ക്രിട്ടിസൈസ് ലെവലിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയും ഇംഗ്ലീഷിന്റെ ഗ്രാമറും ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഡിബേറ്റ് കഴിയുമ്പോൾ ഡിബേറ്റിൽ നമുക്ക് ദേഷ്യം വരും. ചില ഫാൻസ് ഒരു ടോപ്പിക് കൊടുക്കുക, രണ്ട് മമ്മൂട്ടി ഫാൻ, മോഹൻലാൽ ഫാൻസ് പറഞ്ഞിട്ട് രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിബേറ്റിന് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് രണ്ട് ഫാൻസും തമ്മിൽ ഫൈറ്റ് ആവും, അടിയാവും, പറഞ്ഞ് അതിന്റെ പോയിന്റ്സ് അല്ല മമ്മൂട്ടിയാണ് നല്ലത്, മോഹൻലാൽ, അങ്ങനെ പറഞ്ഞ് ഡിബേറ്റ് ആവുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ തന്നെ ഡിബേറ്റ് ചെയ്യാൻ പറ്റണം, ഇംഗ്ലീഷിൽ തന്നെ അതിന്റെ പീക്നെസ്സിലേക്ക് സംസാരിക്കും, ഇംഗ്ലീഷിൽ തന്നെ വഴക്കിടാൻ പറ്റണം. നമ്മൾ ദേഷ്യം വരുമ്പോഴും ആ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ പറ്റണം. അതിന്റെ സ്പെസിഫിക് ചാനലിൽ നമ്മൾ പീക്ക്, അൺകോൺഷ്യസ്, പാഷൻ, അതിന്റെ ഹൈ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അവിടെയാണ് കൺക്ലൂഡ് ആവുന്നത്, ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. അവിടെ വരെ എത്തില്ല, അതിൽ ഫ്യൂ, അത് ഫിൽട്ടറായി എത്തുന്നത് 1-2 പേരായിരിക്കും അവിടെ എത്തുന്നത്. ഫിൽട്ടർ ലെവൽ കഴിഞ്ഞ് എത്തുന്നത് അവിടെ, ഡിബേറ്റിന്റെ അവസാനം വരെ എത്തുന്നത് 1-2 പേരായിരിക്കും. അപ്പൊ ഇൻബോൺ ടാലന്റ് എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് നമുക്ക് ഇൻബോൺ ടാലന്റ് ഉള്ളൂ. അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്ത്, അതിന് വളമൊക്കെ ഇട്ട് കൊടുത്ത്, അതിനെ വളർത്തി ഒരു സ്പെസിഫിക് ആയിട്ടൊരു ചാനലിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ്. സ്പെസിഫിക് ചാനലിലേക്ക് കൊണ്ടുവരാൻ ഇൻബോൺ ടാലന്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻബോൺ ടാലന്റ് ഇല്ലെങ്കിലും പാട്ട് പഠിക്കുന്നവരില്ലേ, പാട്ട് പഠിക്കാത്തവരും പാടുന്നവരില്ലേ, പാട്ടിന്റെ എല്ലാ വശങ്ങളും പാടാത്തവരും പാടുന്നില്ല. അതാണ് ഇൻബോൺ ടാലന്റ് ശരിക്കും. പാട്ട് ക്ലാസ്സിനൊന്നും പോവാതെ നമ്മുടെ എത്രയോ വലിയ പാട്ടുകാരൊക്കെ പാട്ടേ പഠിച്ചിട്ടേ ഇല്ല, കേട്ട് മാത്രം പാടുന്ന ആളുകളുണ്ട്. അത് ഇൻബോൺ ടാലന്റ്, കേട്ടിട്ട് മനസ്സിലാക്കി പാടാൻ പറ്റും, അത് ഇൻബോൺ ടാലന്റ്. ശരിക്കും പാട്ട് പഠിച്ചവര് ഇൻബോൺ ആയിട്ട് അവർക്കൊന്നുമില്ല, പഠിച്ചതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അതിൽ കുറെ റിസർച്ച് നടത്തി എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ട് അതിന്റെ പീക്ക്, അതിന്റെ ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തും. അപ്പൊ സൈക്കോളജിക്ക് വ്യൂ അല്ലെങ്കിൽ ലിറ്റററി പീസ് എന്നൊരു കൺസെപ്റ്റില് സൈക്കോളജിക്ക് വ്യൂവിൽ എടുത്തു നോക്കിയാൽ നമുക്ക് തോന്നും ഒരു നോർമൽ ആളുകൾക്കൊന്നും വ്യൂ ചെയ്യാൻ പറ്റാത്തതാണ് ഒരു സൈക്കോളജിക്കൽ വ്യൂ എന്നൊരു കൺസെപ്റ്റിലേക്ക് വരേണ്ട. ഒരു നോർമൽ പേഴ്സൺ ഓൾസോ ക്യാൻ അവിടേക്ക് എത്താൻ പറ്റും. സോ നോർമൽ പേഴ്സൺ തന്നെ അതിനെ സ്പെസിഫിക് ആയി ചാനൽ സ്പെസിഫൈ ചെയ്ത് ഒരു വിഷയത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ റീച്ച് ദ അട്ടർമോസ്റ്റ് പോയിന്റ്, ഹൈ പോയിന്റിലേക്ക് എത്താൻ പറ്റുമെന്നാണ്. ഇനിയും അതിനൊരു എക്സാമ്പിൾ പിന്നെയും പറയുന്നുണ്ട്. സ്ലീപ്പിംഗ് സം ഡിസോർഡർ ഓൺ ദ ഡൈജഷൻ ടേക്ക് പ്ലേസ്. ഒരാൾക്ക് ഉറങ്ങുമ്പോൾ ഒരു ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവുന്നു, ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാവുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയി, ഡിപ്രഷനായി, അടുത്ത ദിവസം ശരിക്കും ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസം മുഴുവൻ നമുക്ക് ഉറക്കത്തിന്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും, അടുത്ത ദിവസം മുഴുവൻ നമ്മളിങ്ങനെ ഉറങ്ങാതെ തന്നെ ഇരിക്കുന്നു, പിന്നെയും വയറുവേദനയുടെ ചെറിയ കണ്ടിന്യൂഷൻ ഉണ്ടാവുന്നു, ഡിപ്രഷനിലേക്ക് നമുക്ക് ചെറുതായിട്ടുണ്ടോ വയറുവേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും, നമ്മൾ അതിന്റെ റീസൺസിലേക്ക് പോകുന്നു, എന്തുകൊണ്ടായിരിക്കും, അപ്പൊ ഇന്നലെ എന്താ കഴിച്ചത്, ഇന്നലെ കഴിച്ചത് ഏത് സ്ഥലത്തും, കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോഴും അതേപോലെ ഫീലിംഗ് ഉണ്ട്, അപ്പൊ അത് അതിൻ്റെതായിരിക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചതിന്റെ അതിന്റെ എല്ലാ ഉള്ളിലേക്ക് പോകും, ഡീപ്പായിട്ട് ഇന്റൻസ്ഡ് ആയിട്ട് അതിനുള്ളിലേക്ക് പോകും, ചിന്തിച്ച് പിന്നെ തോന്നും ഈ റൂമിന് എന്തോ കുഴപ്പമുണ്ട്, ഈ റൂമിൽ ഉറങ്ങുമ്പോഴൊക്കെ എപ്പോഴും വയറുവേദനയാണ്, അല്ലെങ്കിൽ ഈ വീട്ടിന് എന്തോ കുഴപ്പമുണ്ട്, ഈ വശത്ത് നിന്ന് മാറി കിടന്നുകൊണ്ടാണ് ഇന്ന് ഉറക്കം ഇങ്ങനെ ആയത്, വയറുവേദനിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ വെള്ളം മാറി കുടിച്ചുകൊണ്ട്, ഇങ്ങനെ നമ്മൾ അതിനുള്ളിലേക്ക് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് റീസൺ കിട്ടും. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡോക്ടർ ആദ്യം ചോദിക്കുന്നതായിരിക്കും എന്താ റീസൺ, പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ, ഫംഗ്ഷൻ എവിടെയെങ്കിലും പോയോ, ഇൻഡൈജഷൻ വരാൻ എന്താ പ്രത്യേകിച്ച് സാധാരണ കഴിക്കുന്നതിൽ വിട്ട് എന്താ കഴിച്ചത്, ചിന്തിക്കുക. നമ്മളിൽ നിന്ന് തന്നെ ആൻസർ എടുത്തിട്ടാണ് അവർ അതിനൊരു സൊല്യൂഷൻ തരുന്നത്, നമുക്ക് തന്നെ കണ്ടുപിടിക്കാനേ ഉള്ളൂ. നമ്മൾ പോയ ഉടനെ അവരെന്താ ചോദിക്കുക, അങ്ങനെ നമ്മൾ കണ്ട് വയറുവേദനയാണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മരുന്ന് എഴുതി തരുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. എന്നാലും എഴുതി തരുന്നതിന് മുമ്പ് അവർ ചോദിക്കുന്നത് എന്താ കഴിച്ചത്, എന്താ ഇൻഡൈജഷൻ വരാനുള്ള റീസൺ എന്താ, നമ്മളോട് തന്നെ ചോദിക്കും. റീസൺ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കാം, എന്താ റീസൺ എന്ന് തന്നെ നമ്മൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെയാണ് ക്ലിയർ ആയി പറഞ്ഞു കൊടുത്താൽ അവർക്ക് തരുന്ന മരുന്ന് കറക്റ്റ്. നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഡോക്ടറോട് കള്ളം പറയും, നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരു കറക്റ്റ് മെഡിസിൻ തരാൻ പറ്റില്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് അവിടെ നിന്ന് നമ്മളിൽ നിന്ന് തന്നെയാണ് ആ പോയിന്റ് അവിടേക്ക് എത്തുന്നത് എന്നാണ്. അപ്പൊ എല്ലാത്തിന്റെയും അതിന്റെ സൈക്കിക് പോയിന്റ്, അതിന്റെ ഒരു പീക്ക് പോയിന്റ്, അതിന്റെ ഒരു അൺകോൺഷ്യസ് ലെവൽ, അതിന്റെ ഒരു ഹൈ ലെവലിലേക്ക് എത്താൻ നമുക്ക് തന്നെ പറ്റും.
we can അതിനുള്ളിലേക്ക് ഡീപ്പായിട്ട് ഇന്റൻസ് ആയിട്ട് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ we can reach to that point. അപ്പോൾ ഒരു ലിറ്ററേച്ചറിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ലിറ്ററേച്ചറിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഇനി പറയേണ്ട സൈക്കോളജിക്കൽ വ്യൂ ഒരു മോറൽ എന്നതിൽ കിട്ടിയില്ലെങ്കിലും അതിന് ഡീപ്പായിട്ട് ആ പോയിട്ട് എന്താണ് ഓതർ എന്താണ് ചിന്തിച്ചതെന്ന് ഡിഫറെന്റ് വ്യൂസിൽ കോൺട്രാസ്റ്റിലും കമ്പാരിസൺസിലും ഒരു ഡിവൈൻ ബ്യൂട്ടിയെ കണ്ടാൽ പോരാ, ഡിവൈൻ ബ്യൂട്ടിയെ കാണാം, അതിനുള്ളിലേക്ക് ചിന്തിച്ചാൽ we can reach the point. അപ്പൊ അതിന് കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട് ഈ ലെസണിൽ മുഴുവൻ അതിന്റെ എക്സാമ്പിൾസ് ആണ്, പല പല എക്സാമ്പിൾസ് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. സെൽഫ് എക്സ്പ്രഷൻ എന്നൊരു വ്യൂ, സൈക്കോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത് ഒരാളുടെ സെൽഫ് എക്സ്പ്രഷനെ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരാൾ എക്സ്പ്രസ് തന്റെ മനസ്സിലുള്ള ഐഡിയാസിനെ എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്തിരുന്നത്, തന്റെ മനസ്സിലുള്ള ഐഡിയാസിനെ എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്തിരുന്നത് അതിനെ സ്വയം വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പോയട്രി പഠിക്കുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനോട് കൂടി പഠിച്ചു. ആ പോയറ്റ് ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത്, ഇൻട്രൊഡക്ഷൻ പഠിക്കണം. പോയറ്റ് ആരാണ്, പോയറ്റിന്റെ ജീവചരിത്രം എന്താണ്, അവർ ഏതൊക്കെ സിറ്റുവേഷനിൽ വളർന്ന ആളാണ്, അവരെന്തൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ കവിതയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ പഠിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. സൈക്കോളജിക്കൽ വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു ക്രിട്ടിസൈസർക്ക് എന്ത് പറ്റണം, ഇങ്ങനെ അവരുടെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ അതിനെ അവർ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് ഓൺലി അട്ടറൻസ്. അത് ജസ്റ്റ് ഫീലിംഗ്, എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്, സെൽഫ് എക്സ്പ്രഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കിയാൽ പോരെ, അതിന്റെ ഡിവൈൻ ബ്യൂട്ടിയെ മനസ്സിലാക്കണം. എന്ത് വ്യൂ പോയിന്റിലാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാൻ വലിയ എഡ്യൂക്കേഷനും ഇൻബോൺ ടാലന്റിനൊന്നും ആവശ്യമില്ല. വി ക്യാൻ അതിലേക്ക് ആ ഒരു സ്പെസിഫിക് ചാനലിലേക്ക്, അത് മനസ്സിലാക്കുന്ന കഴിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചാൽ മതി. നമ്മളെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് ഈ സ്പെസിഫിക് ചാനലിലേക്ക് നമ്മളെ ഒരു പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ചെന്നിച്ചാൽ ഓട്ടോമാറ്റിക്കലി വിൽ ഗെറ്റ് ടു നോ. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാർക്ക് ട്വെയിൻ കുറെ റൈറ്റേഴ്സിന്റെ പേരുകൾ പറയുന്നുണ്ട്. ആർട്ട് ഇസ് എ ട്രാൻസ്ലേഷൻ ആൻഡ് എവറി ട്രാൻസ്ലേഷൻ ഇസ് എ കോംപ്രമൈസ്. സോ ബട്ട് ഇൻ ഡിഗ്രി ആർട്ട് ഈസ് എ ട്രാൻസ്ലേഷൻ. ഇങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ആണല്ലോ ഈ പ്രോസസ് എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ ആണല്ലോ. ഒരാൾ എഴുതിയിരിക്കുന്ന വിഷയത്തെ നമ്മളുടെ വ്യൂ പോയിന്റിലേക്ക്, നമ്മളുടെ ഭാഷയിലേക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ട്രാൻസ്ലേഷൻ, അതൊരു ആർട്ടാണ്. ആൻഡ് എവറി ട്രാൻസ്ലേഷൻ ഇസ് എ കോംപ്രമൈസ് ആണ്, വൺ ടൈപ്പ് ഓഫ് കോംപ്രമൈസ് ആണ്. ഒരു ട്രാൻസ്ലേഷൻ ഇന്ന വ്യൂ പോയിന്റിൽ ഒരു ഓഥർ എഴുതിയിരിക്കുന്നത് നമ്മൾ ഒരു കൺവിൻസിംഗ് പോയിന്റിലേക്ക് എത്തുന്നതാണ്. ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കൺവിൻസിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്നു. അതാണ് ക്രിട്ടിസൈസറുടെ ജോലി. എന്താ, കൺവിൻസിംഗ് പോയിന്റിൽ എത്താതിരിക്കുമ്പോൾ അതിനെ കൺവിൻസിംഗ് പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അയാൾ ചില സജഷൻസ് പറയുന്നു. ഇങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കണം, ഈ വ്യൂ പോയിന്റ് തെറ്റാണ്, ഈ പോയിന്റ് ശരിയാണ്, ഈ പോയിന്റ് കുറച്ചും കൂടെ സജസ്റ്റീവ് ആവാം, കുറച്ചും കൂടെ അപ്ലോഡഡ് ആവാം, അപ്ഗ്രേഡഡ് ആവാം, ഇങ്ങനെയുള്ള സജഷൻസും കൂടെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിൽ എന്താണ് അർത്ഥമുള്ളത്, ആ പോയിന്റ് ഈ പോയട്രിയിൽ ഇങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതിൽ വാട്ട് ഇസ് ദ മീനിങ്, അതിൽ മീനിങ്ലെസ് ആണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ്, നമ്മളുടെ വ്യൂ പോയിന്റിലേക്ക്, ഓഥർ എഴുതിയ വ്യൂ പോയിന്റിന് നമ്മളുടെ വ്യൂ പോയിന്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വി ആർ ഗിവിംഗ് സം സജഷൻ, ഒരു കോംപ്രമൈസിങ് പോയിന്റിലേക്ക് എത്തിച്ചേർക്കുന്നു. Then emotion translations, interest in the treatment. ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. Beauty in art, art is like between logic and philosophy. For logic, the implement of philosophy. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ എടുക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. കുറച്ചും കൂടെ പറയാം. ഒരു ജനറൽ വ്യൂ പോയിന്റിൽ എത്തിയിട്ട് ലെസൺ നിർത്താം. Austen was temperamentally unable to feel these violent emotions and the realists did not believe that they were genuine. An example of Renan attitude to acquire love and friendship എന്ന കൺസെപ്റ്റിനെ ഇതുപോലെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന കൺസെപ്റ്റിന്, ലവിൽ നിന്നാണ്, ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് ലവ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ലവിൽ നിന്നാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാഡ്നെസ്, അവിടെയും പറയുന്നത് അതിന്റെ മാഡ്നെസ്, അതിന്റെ മാഡ്നെസ്സിലേക്ക് എത്തുമ്പോഴാണ് അത് മറ്റൊരു ഫീലിംഗ് ആയി മാറുന്നത്, മറ്റൊരു വ്യൂ പോയിന്റ് ആയി മാറുന്നത്. വെൻ ഷീ ഈസ് ഓവർകം ബൈ പവർഫുൾ ഇമോഷൻ, ഇവിടെ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നോക്കിക്കോളൂ. ഓവർകം ബൈ പവർഫുൾ ഇമോഷൻസ്, തന്റെ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ, ഇഫ് ഷീ ഈസ് ഏബിൾ ടു ഓവർകം, അവിടെ ഒരു ഫീലിംഗ്, ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഫ്രണ്ട് വിളിച്ചില്ല, വന്നില്ല, പരാതികളാണെന്ന്, അല്ലെങ്കിൽ ഫ്രണ്ട് എപ്പോഴും വന്നു, അതിന്റെ ഒരു സന്തോഷം, ഫ്രണ്ടിനോട് സംസാരിച്ച ഒരു സന്തോഷം, ഓവർ സന്തോഷം, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് സംസാരിക്കാനേ പറ്റിയില്ല, വന്നതേ ഇല്ല, എന്ന് കണ്ടതേ ഇല്ല, പറഞ്ഞതേ ഇല്ല, എന്ന് എന്നോട് അവളോട് പറയാനുള്ളതൊന്നും എനിക്ക് പറയാനേ പറ്റില്ല, വളരെ കുറെ ദിവസമായിട്ട് കാണുന്നില്ല, ഇനി കാണാനേ പറ്റില്ല, കുറെ 8 മാസമായി കൊറോണ ആയിട്ട് കാണാനേ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഷീ ഈസ് ഓവർകം ബൈ പവർഫുൾ ഇമോഷൻസ്. ആ പവർഫുൾ ഇമോഷൻസിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ she will get mad. ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് മൈൻഡിനകത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ she will get mad.
ഇനി വേറെ പോയിന്റ് പറഞ്ഞു, going to fainting fits, the reason being that with running mad one gets some helpful exercise. അപ്പോൾ മൈൻഡിന്റെ ഉള്ളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷീ ഈസ് ഗെറ്റിംഗ് സം എക്സസൈസ്. മൈൻഡിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്, പറയുന്നുണ്ട് ഇനിഷ്യേറ്റീവ്. ഷീ ഈസ് ഗെറ്റിംഗ് സം എക്സസൈസ്, ഹെൽപ്ഫുൾ എക്സസൈസ് ടു ഹർ മൈൻഡ്. Whereas with continuous fainting one is likely to fall at damp places, catch pneumonia. അതായത് അതിന്റെ നെഗറ്റീവ് പാർട്ട്. ഇപ്പൊ അത് ഓവർകം ചെയ്യാൻ ഒരാൾക്ക് പറ്റുന്നില്ല, ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിനെ ഒന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, ഫെയിന്റ് ആയി, ബോധം കെട്ട് വീണു, അയ്യോ എന്റെ ഫ്രണ്ടിനെ 8 മാസമായി കൊറോണ ആയിട്ട് ഇനിയിപ്പോ കാണാൻ പറ്റില്ല എന്ന് കേട്ടപ്പോ തന്നെ ഫെയിന്റ് ആയി വീണു. അപ്പൊ അവിടെ മൈൻഡ് വീക്കായി, ന്യൂമോണിയ വരെ, അത് വീക്കായാലാണ് ന്യൂമോണിയ ബാധിക്കുക. അപ്പൊ വീക്കായിക്കൊണ്ടേയിരിക്കും, വീക്കിലേക്ക് നമ്മൾ ഇനിയും സിക്കായി മാറുക ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളുടെ മൈൻഡ് സൈക്കോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത് അതിലേക്ക് തന്നെ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ അതിലേക്ക് തന്നെ എസൻസ് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം, വെള്ളവും വളവും ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം, അതിനെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഫൈനൽ പോയിന്റിലേക്ക് ഓവർകം ചെയ്യുന്നത് വരെ, ഓവർകം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നത് വരെ അതിനെ തന്നെ ആ പർട്ടിക്കുലർ ചാനലിലേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ പിന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്താ അതിൽ പറയുന്നത്, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ലെസൺ ഫുൾ, ഈ പോയിന്റ് ഒരുപാട് വലിയ പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈക്കോളജിക്കൽ വ്യൂവിൽ സമ്മപ്പിലൊക്കെ റിപ്പീറ്റേഷൻ കുറെ പറയുന്നുണ്ട്, കുറെ ഓതേഴ്സിന്റെ പേരുകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഓതേഴ്സിന്റെ പേരുകളൊക്കെ വെച്ച് ഇത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ നമുക്കൊരു 5-6 ക്ലാസ് തന്നെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനറലി ഒരു സൈക്കോളജിക്കൽ വ്യൂ എന്താണെന്നും ജനറലി ഒരു സൈക്കോളജിക്കൽ പോയിന്റ് എന്താണെന്നും ഒരു കൺസെപ്റ്റ് എങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. ആർട്ട് ബിഹൈൻഡ് ഇറ്റ്, ആ വർക്കിന്റെ ബിഹൈൻഡിലുള്ള ആർട്ട് എന്താണെന്നും അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നും. ടോപ്പിക് മാറി പോകുന്നത് പോലെ തോന്നുന്നുണ്ടോ, അതായത് കണക്ഷൻ ഇല്ലാതെ അവിടെയുള്ള പോയിന്റ്സ് എടുത്താണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു ലൈൻ ബൈ ലൈനിലും പറയാനുള്ള വിഷയമുണ്ട് അതിൽ, ഓരോ ലൈനും ഈച്ച് ആൻഡ് എവറി ലൈൻ മീനിങ്ഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയാതെ അവിടെ ഒരു ചില പോയിന്റ്സ് ഒക്കെ വിട്ടിട്ടല്ല, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെ പോയപ്പോൾ ഒരു കണക്ഷൻ കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എനിവേ ഒരു മെയിൻ പോയിന്റ്സ് മാത്രം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് സൈക്കോളജിക്കൽ വ്യൂ എന്താണ്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സൈക്കോളജിക്കൽ പോയിന്റ് എന്താണ്, ഒരു ലിറ്റററി ഹ്യൂമൻ ബീയിങ്ങിന്റെ സൈക്കോളജിക്കൽ മൈൻഡ് എന്ന് പറയുന്നത് സൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിറ്റററി പീസിനെ സൈക്കോളജിക്കൽ വ്യൂവിൽ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്താണ് ചിന്തിക്കേണ്ടത്, അവിടെ നമുക്ക് എങ്ങനെ ചിന്തിച്ചാലാണ് അത് മനസ്സിലാക്കാൻ പറ്റുക, ലിറ്റററി പീസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നൊരു കൺസെപ്റ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് കിട്ടുന്നുണ്ടോ, കിട്ടിയോ. കെന്നത്ത് ബർഗ്സിന്റെ ഐഡിയാസ് ഒക്കെയാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. കുറെ എക്സാമ്പിൾസ്, ഇനി ഒരു പകുതി വരെയൊക്കെ അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളൂ. ഇനിയും റൈറ്റേഴ്സിന്റെ പല സ്റ്റോറീസിലൂടെ, പല റൈറ്റിംഗ്സിലൂടെ പല എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇത്രയൊക്കെ ഒന്നും എഴുതിയില്ലെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 റൈറ്റേഴ്സിന്റെ നെയിംസ് എങ്കിലും മെൻഷൻ ചെയ്തിട്ട് വേണം ഇതിന്റെ എക്സാമ്പിൾ. ഇപ്പൊ സൈക്കോളജിക്കൽ വ്യൂ വെറും തിയറി ആയിട്ട് മാത്രം എഴുതിയാൽ മനസ്സിലാവില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചില റൈറ്റേഴ്സിനെ മെൻഷൻ ചെയ്തുകൊണ്ട്, ജോഫ്രി ഗോറർ ഒന്നും പറഞ്ഞിട്ടില്ല, കെന്നത്ത് ബർഗ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫ്രൂഡിയൻ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പൊ ഈ കൺസെപ്റ്റിലൂടെ അറ്റ്ലീസ്റ്റ് ഇനി ഒരു ഇലക്ട്ര കോംപ്ലക്സ് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു സൈക്കോളജിക്കൽ വ്യൂ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ, ക്ലിയർ ആവുന്നുണ്ടോ, എന്തെങ്കിലും ഒരു ഐഡിയ എങ്കിലും സൈക്കോളജിക്കൽ അപ്രോച്ചിനെ കുറിച്ചൊരു ജസ്റ്റ് ഒരു കൺസെപ്റ്റിലും കിട്ടുന്നുണ്ടോ, ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ. ബിക്കോസ് സൈക്കോളജിക്കൽ ഒരു കോംപ്ലിക്കേറ്റഡ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. എന്റെ മൈൻഡിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന വിഷയം, അല്ലെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന വിഷയം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അത്രയും ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങളിലേക്ക് റീച്ച് ആവുന്നത് ആ ഒരു പോയിന്റിലേക്ക് തന്നെ റീച്ച് ആവുന്നുണ്ടോ, ടോട്ടലി ഡിഫറെന്റ് പോയിന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇനിയും ചില പോയിന്റ്സ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. വീക്ക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ സെക്സിനെയൊക്കെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്, അതിന്റെ പോയിന്റ്സ് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, ഒട്ടും ക്ലിയർ ആയില്ല എന്നാണോ, എന്തെങ്കിലും സൈക്കോളജിക്കൽ വ്യൂവിനെ കുറിച്ച് പറയുമ്പോൾ മോറൽ അപ്രോച്ചിൽ നിന്ന് നമുക്കൊരു മോറൽ കിട്ടുമെന്ന് പറയുന്ന പോലെ സൈക്കോളജിക്കൽ വ്യൂവിൽ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ മൈൻഡിന്റെ സ്റ്റാറ്റസിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൈൻഡിന്റെ പല സ്റ്റാറ്റസിനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലേക്ക് റീച്ച് ആയോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടോ? എനി സജഷൻസ്, എനി കംപ്ലൈന്റ്സ്, പരാതികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്? അൺമ്യൂട്ട് ചെയ്യണം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് വെക്കാം.